ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ തറവാട്ടിലേക്ക്, അതായത് അമ്മയുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ശരിക്കും ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലമാണ്. പോകുന്ന വഴിക്കുള്ളൊരു വീട് കാണിച്ചിരുന്നു. ഇതുണ്ട്, ഇതൊരു റിസോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി, റിസോർട്ട് നിർമ്മിക്കാൻ വേണ്ടി ഒരാൾ പണി തുടങ്ങിയതല്ല, ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ ഇവിടെ ഒന്നും പുറത്തൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഇപ്പം ആഴ്ചയിൽ സംഘം നടക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് ഇങ്ങനെ വേലികളൊക്കെ, മറ്റേ അറക്കവാൾ വേലികളൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിട്ട് ഇതൊരു അടിപൊളി റിസൾട്ടായിരുന്നു. ഇത് നിന്ന് പോകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരാൾ തൂങ്ങി മരിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് പോയത്. അപ്പോൾ ഇത് നമ്മുടെ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ വഴിക്കുള്ളൊരു സ്ഥലമാണ്, ഒരു വീടാണ്. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പോകുന്നത് ഒരു പഞ്ചായത്ത് റോഡ് തന്നെയാണ്. പഞ്ചായത്ത് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആൾ സഞ്ചാരം കുറവും, പിന്നെ വണ്ടികൾ വരുന്നതെല്ലാം വളരെ കുറവായതുകൊണ്ട് ഇതെല്ലാം ഫുള്ള് കാട് കയറി കിടക്കണം. വഴികളെല്ലാം കാട് മൂടിയിട്ട് ഒന്നും റോഡേതാ കാടാതാന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലുള്ള. അപ്പോൾ ഈ പറമ്പിലേക്ക് വരുന്ന വഴിയാണിത്. ഇപ്പോൾ സാമാന്യം നല്ലൊരു കയറ്റമാണിത്. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയി. ഫുള്ള് വണ്ടിയിൽ തന്നെ യാത്ര ആയതുകൊണ്ട്. അപ്പോൾ ചെറുപ്പത്തിലെല്ലാം കുറേ വന്ന വഴിയാണ്, ഈസിയായിട്ട് കയറിക്കൊണ്ടിരുന്നത്. ചെറുപ്പത്തിലൊക്കെ അതിൽ നേരത്തെ കാണിച്ച വീടിന് അപ്പുറത്തൂടെ ഒരു റോഡ്, അതിലാണ് നമ്മൾ കയറിക്കൊണ്ടിരുന്നത്. നമുക്ക് ഒറ്റ ശ്വാസത്തിൽ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം പറ്റുന്നില്ല. നമുക്കെന്തായാലും കൊണ്ട് പോവാം. ഈ പച്ച പിടിച്ച് കിടക്കുന്ന കട്ടമ്പയർ അങ്ങനെ എന്തോ സാധനം. പണ്ട് ഈ റബ്ബർ നട്ട് കഴിയുമ്പോൾ അതിൽ കാട് കയറാണ്ടിരിക്കാൻ വേണ്ടി ഈ സാധനം മറ്റു കാടൊന്നും കയറില്ല, ഉണ്ടായിട്ടതാണ്. ഇത് പിന്നെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. കണ്ടോ, ഇതിനകത്ത് പന്നിയോ പുലിയോ സിംഹമോ ഉണ്ടെങ്കിലും കാണില്ല, മനസ്സിലാവില്ല. റബ്ബറിന് നല്ല തണുപ്പാണ്. നല്ലൊരു കയറ്റമാണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. വഴിയെന്ന് പറയാനൊന്നുമില്ല. ഇവിടെ മുതൽ നമ്മുടെ സ്ഥലമാണ്. അമ്മയെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വീതമാണ്. അമ്മയുടെ ചേച്ചിമാരും അനിയനും ഏട്ടൻ്റെയൊക്കെ സ്ഥലം, തറവാട് സ്ഥലമാണ്. അങ്ങോട്ട് ഇപ്പോൾ നമ്മളെ റോഡിലേക്ക്, നമ്മുടെ സ്ഥലത്തോട്ട് റോഡ് ടച്ചായി. എല്ലാം പഞ്ചായത്ത് റോഡാണെന്ന് മനസ്സിലാവില്ല. ഏകദേശം കയറ്റം കയറി അവിടെ എത്താറായി. കയറ്റം കയറി ഇത് പിന്നെ ഒരു നിരപ്പിലോട്ടെത്തും. പിന്നെ പ്രശ്നമില്ല. വേനൽക്കാലത്ത് റബ്ബർ പാലെടുക്കാൻ വേണ്ടി തൊട്ടുവണ്ടി വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം റോഡൊന്ന് വൃത്തിയുണ്ടാവും. റോഡാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ വണ്ടിയിലാരും വരുന്നില്ല, അതുകൊണ്ട് റോഡൊന്നും മനസ്സിലാവുന്നില്ല. എന്താട്ടോ, ഇതൊക്കെ നമ്മുടെ പറമ്പ് തന്നെയാണ്. എല്ലാം റബ്ബർ തോട്ടം.
ഇങ്ങോട്ടാണ് പാലെടുക്കാൻ വേണ്ടി വണ്ടി വരുന്നത്. ഇത് ഫുള്ള് കാടാട്ടെ വഴി. അതിനകത്ത് വല്ല പാമ്പ് കൊണ്ടേ പോലും കാണൂല. എന്തായാലും മുന്നോട്ട് പോവാം. അങ്ങനെ നടന്ന് പറമ്പിൻ്റെ ഒരു സ്ഥലത്ത് ഒരേ അതിരിലെത്താനേ. അതിരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റാണ്. ഇതിൻ്റെ മറ്റതിൽ ഈ സ്ഥലം തീരുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. അങ്ങനെ നടന്നിപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ ബോർഡറിൽ അതിരെത്താനായി. അതിര് വരെയും റോഡുണ്ട് കേട്ടോ, പഞ്ചായത്ത് റോഡ്. കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ്. വേണ്ട, ഇതിപ്പോൾ നമ്മുടെ സ്ഥലമാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഒന്നൊരു കുറച്ചും കൂടെ ഈ തെങ്ങിൻ്റെ കുറച്ച് താഴെ സ്ഥലമുണ്ട്. അതിന് താഴെ വേറെ ആൾക്കാർ. ബാക്കി ഇതിങ്ങനെ മുകളിലോട്ട് കിടക്കും. ഞാൻ എന്തായാലും ബോർഡർ കാണിച്ചു തരാം. ഫോറസ്റ്റ് തുടങ്ങുന്നത് കാണിച്ചു തരാം. ഇവിടെയൊക്കെ കുരങ്ങ് വരുന്നുണ്ട്, പിന്നെ പാമ്പുകളുണ്ടാവും, പന്നിയുണ്ട് ഇഷ്ടം പോലെ. ഇതുണ്ടോ, ഈ ഒരു കയ്യാല കണ്ടോ? ഈ കയ്യാലയിലൂടെയാണ് ഇതിൻ്റെ അതിർത്തി. ഇതിനപ്പുറം ഫുള്ള് ഭീമനടി ഫോറസ്റ്റാണ്. ഈ കാണുന്ന ഫുള്ള് ഭീമനടി ഫോറസ്റ്റാണ്. ഇപ്പോൾ ഭീമനടി ഫോറസ്റ്റിലോട്ട് ഇപ്പോൾ നമ്മൾ കയറുന്നില്ല. ഇല്ലെങ്കിൽ റോഡുണ്ട്. നമുക്ക് ഫോറസ്റ്റിലെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം, ശ്രദ്ധിച്ച് കേട്ടോ. എന്നിട്ട് ചീവിട്, മറ്റ് ശബ്ദങ്ങളൊന്നുമില്ല. ഫോറസ്റ്റിലെ ചെറിയ ചെറിയ ജീവികളുടെ സൗണ്ട് മാത്രം. ഇവിടെ ഒരു സാധനങ്ങൾ കാണിച്ചതായിരുന്നു, കാണുന്നില്ല, അങ്ങോട്ട് വഴിയില്ല. ഈ ഫോറസ്റ്റിൻ്റെ അതിൽ ഒരു സിമെൻറ്റിൻ്റെ ഒരു ജണ്ടയാണ്, അങ്ങനെ എന്താ അതിൻ്റെ പേര്. അതുകൊണ്ട് അവർ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഏകദേശം അതിലേ അങ്ങനെ ഉണ്ടാവണം. അങ്ങോട്ട് കയറിപ്പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല.
ഈ റബ്ബറിൽ ഇപ്പോഴും ഇപ്പോഴല്ല വേനൽക്കാലത്ത് ടാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടോ തെങ്ങെല്ലാം കണ്ടോ, തെങ്ങിൻ്റെ കൊണ്ടൊന്നുമില്ല, ഫുള്ള് കുരങ്ങിൻ്റെ ആക്രമണം എല്ലാം നശിച്ചു പോയി. തെങ്ങിലൊന്നും ഒന്നുമില്ല. ഇങ്ങനെ ഫുള്ള് റബ്ബർ തോട്ടം. ഇതിന് താഴെ വേറെ ആൾക്കാരുടെ സ്ഥലമുണ്ട് കണ്ടോ. കവുങ്ങൊക്കെ കണ്ടോ, ഇതൊക്കെ വേറെ ആൾക്കാരുടെ. റബ്ബറിൽ ഏകദേശം തീരാനായി. ഭയങ്കര കൊതുകുണ്ട്. കൊതുകിനെല്ലാം ചിക്കൻ ബിരിയാണി കിട്ടിയ അവസ്ഥയാണ്. അതിങ്ങനെ കയറി വന്നുകൊണ്ട് ഫുള്ള് കൊതുക് എൻ്റെ പുറകെ. നമുക്കെന്തായാലും നമ്മുടെ പഴയ വീടെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. വീട് തറവാട്, അമ്മയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന വീട്. പിന്നെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അവിടെ തന്നെയായിരുന്നു കൂടുതലും വെക്കേഷനും അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ഞങ്ങൾ താഴെ താമസിക്കുന്നപ്പോൾ മുകളിലോട്ട് വരുന്ന ഈ കുന്നുമ്പോൾ പോകുമെന്ന് പറയും. നമുക്ക് ഈ റോട്ടിലാണ് നേരെ പോയി നോക്കാം. ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി, വൈകുന്നേരമായി അല്ലേ. കുറച്ചും കൂടെ നേരത്തെ മഴ കഴിഞ്ഞ് കുറച്ചും കൂടെ നല്ല കാലാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം എടുക്കായിരുന്നു കുറച്ചും കൂടെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ പ്രൈവറ്റ് സ്ഥലങ്ങളാട്ടോ, വേറെ ആൾക്കാരുടെ. ഇത് ഈ റോഡിന് ഇതാ ഇവിടം വരെ ഞങ്ങളുടെ സ്ഥലമുള്ളൂ. താട്ട് വേറെയാണ്, വേറെ ആൾക്കാരുടെ. ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് നിരപ്പാണെങ്കിലും ഇത് വല്ലപ്പോഴും ആൾ പോകുന്നില്ല. അതുകൊണ്ട് റോഡൊന്നും അത്ര ക്ലിയർ അല്ല. ഈ സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് 13 ഏക്കറും ചില്ലറയാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതൊക്കെ നല്ല നിരന്ന ഏരിയ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വൈബാ. ഇതങ്ങനെ അങ്ങ് മുകളിലോട്ട് നീളത്തിലുണ്ട്. നേരത്തെ പണ്ട് ഇതിൻ്റെ മണ്ടയിലൊക്കെ അങ്ങ് മുകളിൽ വെച്ചാൽ ഫോറസ്റ്റിനോട് ചേർന്ന് കുറേ കശുവണ്ടി ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ചാൽ അത് ഫുള്ള് റബ്ബറാക്കി. റബ്ബറിന് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കുരങ്ങുണ്ടാവും. കുരങ്ങിപ്പോൾ എല്ലായിടത്തും വരുന്നുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് നിന്ന് ഇറങ്ങി വീട്ടിലോട്ടെല്ലാം വരാൻ തുടങ്ങി. ഇവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പണയുണ്ട്. പണ എന്ന് പറഞ്ഞാൽ കൽപ്പണ, അല്ലെങ്കിൽ കപ്പണ എന്ന് പറയും. നമ്മളെല്ലാം ചെറുപ്പത്തിൽ കേട്ടിട്ടില്ലേ കപ്പണ. അതായത് ഇത് കല്ലിൻ്റെ ചെറിയൊരു പണ. പണ്ട് വീട് വെക്കുന്ന സമയത്ത് പണ്ട് ഈ മെഷീൻ കല്ലെല്ലാം വരുന്നതിന് മുമ്പ് ഈ മഴുവെല്ലാം ഉപയോഗിച്ചിട്ട് ആൾക്കാർ കല്ലിങ്ങനെ ചെത്തിയെടുക്കുന്ന ഒരു ചെറിയ സാധനം കണ്ട, ചെറിയൊരു കുഴി, കല്ല് ചെത്തിയെടുത്തൊരു കുഴിയാണ് ഇത്. കപ്പണ എന്ന് പറയും. കപ്പണ കൽപ്പണ. എന്ത് പറഞ്ഞാലും അതന്നെ സംഭവം തന്നെ. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു,
അപ്പോൾ മാങ്ങ വറക്കാൻ വരുമ്പോൾ കപ്പണയുടെ അടുത്തില്ല മാങ്ങ എന്നൊക്കെ കൊണ്ട് പറയും. ഇപ്പം മാവില്ല, കപ്പണയുണ്ട്. പിന്നെ ഈ റോഡ് നേരത്തെ ഇല്ല കേട്ടോ. ഈ റോഡ് താഴെ താഴെ ഞാൻ കാണിച്ചു തരാം. അതിലായിരുന്നു വേറെ റോഡുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ പഞ്ചായത്ത് റോഡ് ആയതിനു ശേഷം ഇങ്ങനെ ആക്കിയതാണ്. നമുക്ക് കുരങ്ങനെ കാണാൻ ഞാൻ കാണിച്ചു തരാം. ഈ കുരങ്ങന്മാരോട് നിൽക്കുന്നില്ല കേട്ടോ. എന്താ റബ്ബറിൻ്റെ ഉണ്ടയിൽ ഇഷ്ടം പോലെ ഇങ്ങനെ കൊടുന്നതാണ് ഉണ്ടോ. എൻ്റെ ഫോണും കൊണ്ട് പോകുന്നു വലുതാ ഉണ്ടാ കുരങ്ങ് തെങ്ങത് അതിൻ്റെ പണ്ടേ കൂടെ എത്താൻ പോകുന്നു ഉണ്ടാ. അഭ്യാസമാണ് അഭ്യാസം. ഇതിപ്പോൾ അവരുടെ സാമ്രാജ്യമാണ്, എന്ത് ചെയ്യാൻ പറ്റും. ഈ കപ്പണ കാണിച്ചെന്നില്ലേ ഞാൻ, അതിൻ്റെ അടുത്ത് ഇവിടെയായിട്ട് ഏകദേശം ഒരു ചന്ദനമരം ഉണ്ടായിരുന്നു പണ്ട്, വളരെ പണ്ട് പറഞ്ഞാൽ 10-20 വർഷം മുമ്പാണ്. അപ്പോൾ അത് ഏകദേശം ഒരു ഇവിടെ ചെറിയ ഇഷ്ടം പോലെ കുരങ്ങുണ്ട് കേട്ടോ. കുരങ്ങ് വച്ച വെക്കുന്ന കേട്ടോ, കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ടാണ്. ഉണ്ടോ ആ പ്ലാവിൽ ഫുള്ള് കുരങ്ങാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഉണ്ടോ തള്ളയും കുറേ കുഞ്ഞുങ്ങളും ഉണ്ട്. ഇതിൽ ചക്കയുണ്ട്, ഇതുണ്ടോ ആ ചക്ക തിന്നോണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടിപ്പോൾ എല്ലാവരും 4 വഴിക്ക് പോയി. ഇതൊരെണ്ണം മണ്ടയിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ. ഒന്നും നല്ല കുറേ എണ്ണം ഉണ്ട്. ഇതാ എന്ത് രസമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കപ്പണേരെ ഈ താഴത്ത് ഈ വശത്തായിട്ടൊരു ചന്ദനമരം ഉണ്ടായിരുന്നു. ചന്ദനമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു റബ്ബറിൻ്റെ വണ്ണത്തിലൊക്കെ ആയിരുന്നു. ഏകദേശം ഈ പരിസരത്ത് തന്നെ. ഒരു രാത്രി വിളക്കുമ്പം ചന്ദനമരം ഇല്ല. ചന്ദനമരം ചോടോടെ ആരോ പൊക്കിക്കൊണ്ടുപോയി. ആരോ രാത്രി ഒന്ന് കള്ളന്മാരെടുത്തുകൊണ്ട് പോയി. ഇതുണ്ട്, ഇത് ഫോറസ്റ്റിൽ നിന്ന് വെള്ളം വരുന്നൊരു വഴിയായിരുന്നു. അപ്പോൾ വെള്ളം വരുന്ന വഴി ആയിരുന്നല്ല ആണ്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വെള്ളമില്ല. അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ വീടിനങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇങ്ങനെ വെട്ടിയിലേൽ ഇതിലേ ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് വിട്ടതാണ്. ഇത് ഭയങ്കര താഴ്ചയുള്ള കുഴിയാണ്. ഞങ്ങൾ കാണിച്ചു തരാം ജസ്റ്റ്. ഇത് നല്ല വെള്ളം വരുന്നതാണ്. അതിനകത്ത് പോയാൽ രക്ഷയില്ല. ഫോണും എല്ലാം പോകുന്നുണ്ടോ. വലിയ കുഴിയാണ്. ഇതിങ്ങനെ നീളത്തിലുണ്ട്. പറമ്പിൻ്റെ അങ്ങ് അടിവശം മുതൽ 3 വശം മുതൽ അടിവശം വരെ കുരങ്ങിൻ്റെ തലയുടെ മണ്ടക്കൂടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. എൻ്റെ ഫോൺ കൊണ്ട് പോവൂ. ഇത് വണ്ടി എടുത്താൽ ഉണ്ടോ ഇല അനങ്ങുന്നുണ്ടോ നിങ്ങൾക്ക്? കുരങ്ങനെ കാണാൻ സത്യം ഓർമ്മ. ചെറിയ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. കുറച്ചുകൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ നല്ല വിളിച്ചുണ്ടായിരുന്നു, അങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. കണ്ടോ മരത്തിൽ ഫുള്ള് കുരങ്ങ. ഇതുണ്ട് ഈ പ്ലാവിൽ കണ്ടോ. ഞാൻ കാണിച്ചു തരാം. മിക്കവാറുമാരെൻ്റെ ഫോണിൽ നിന്ന് കൊണ്ടുപോകും. ഇതേതാ വേറൊരു കുരങ്ങെന്ന് അവർ ആലോചിക്കുന്നുണ്ടോ. കണ്ടോ കണ്ടോ കണ്ടോ. കണ്ടോ കണ്ടോ ശ്രദ്ധിച്ച് കേട്ടോ കുരങ്ങിൻ്റെ സൗണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അമ്മ വന്നിട്ട് ചിലപ്പോൾ നമ്മളെ ഉണ്ടോ എന്തോ സിഗ്നൽ കൊടുക്കാണ്. വേറൊരു കുരങ്ങനെ അതിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വിട്ടോന്നായിരിക്കും. വേറൊരു കുരങ്ങൻ നിലത്തുണ്ട്, അതുകൊണ്ട് വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയോ എന്നായിരിക്കും സിഗ്നൽ. ഇവർ താഴെ വീഴുന്നില്ല. എത്ര ചെറിയ കമ്പിലേക്ക് കയറിപ്പോയാലും
ഇറങ്ങി വന്നാലേ ഒരു താഴെ വീഴണ്ട പോകുന്ന പോക്കണ്ട. നിങ്ങൾക്കിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ കുരങ്ങിൻ്റെ? സിഗ്നൽ കൊടുക്കുന്നതാണ്. വിട്ടോടാ വിട്ടോടാ തോമസൂട്ടി. അതുകൊണ്ട് അതിലെല്ലാം പോകുന്നുണ്ട്. ജീവിക്കും മക്കളെ, ജീവിക്കും. ഉണ്ടോ ഒരുത്തന അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. നീ ആരടാ? ഉണ്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക് എന്നിട്ട് വന്നതേ. ഇതിപ്പോൾ അവരുടെ സാമ്രാജ്യമല്ലേ. നിങ്ങളുടെ മുകളിൽ തള്ളയിരിക്കുന്നുണ്ട്. തള്ളയാണ് കുറച്ച് അഗ്രസീവ്. കണ്ടോ നോക്കുന്നുണ്ട് ഞാൻ എന്നെ കാണിക്കുന്നത്. ഉണ്ട് എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ മുകളിൽ ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ചാടി വരാനുള്ള സാധ്യതയുണ്ട്. കുരങ്ങളെ വിടാം നമുക്ക്, ഇല്ലെങ്കിൽ ഇന്ന് ഫുള്ള് കാണിക്കാനുള്ളുണ്ട് കുരങ്ങ്. അപ്പോൾ ഈ വെട്ടയിൽ ഈ നമ്മുടെ തറവാട് വീടിൻ്റെ മുകളിലൊരു ചെറിയ 2 വീടുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ വീട് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇറക്കി വെച്ചേക്കുന്ന. ഇവിടം വരെ വണ്ടി വരുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് ചുമന്നുകൊണ്ടോ അങ്ങനെ എന്തോ ഇറക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഇതിലൊരു റോഡാക്കിയിട്ടുണ്ട്. ഇതിവിടെ ആയിട്ടൊരു നെല്ലിമരം ഉണ്ടായിരുന്നു, അത് പോയി, ഇപ്പം ഉണങ്ങിപ്പോയി. അത് ഞങ്ങൾ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് വിറകാക്കാൻ വേണ്ടി കൊണ്ടുപോയി, മുറിച്ചുകൊണ്ട്. അതിലായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിലും നെല്ലിക്ക പറക്കിക്കൊണ്ടിരുന്നത്. എറിഞ്ഞിടും, കയറാൻ പറ്റില്ല. പിന്നെ ഇതൊരു വലിയൊരു മാവ്, ഇതിലും ഇഷ്ടംപോലെ മാങ്ങയാണ്, പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ ഫുള്ള് പുഴു. ഇതൊക്കെ നല്ല ചക്കയൊക്കെ ഉണ്ടാകുന്ന പ്ലാവുകളാണ്. കുറേ പ്ലാവുണ്ട് ഇതിലെല്ലാം. കുരങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുരങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ വന്നത്. എന്തൊക്കെ പറിച്ചെറിയുന്നുണ്ട്, ചക്കയായിരിക്കും. ഇപ്പം അവരുടെ സ്വന്തം സാമ്രാജ്യമല്ലേ. നമ്മളതിനകത്ത് മറ്റേ ജോർജുട്ടി പറയുന്ന പോലെ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നു കഴിഞ്ഞപ്പോൾ അമ്മമാർക്ക് സഹിക്കണില്ല. ഇതാട്ടോ നമ്മുടെ ഈ തറവാട്ടിലേക്കുള്ള ശരിക്കും പണ്ടുണ്ടായിരുന്ന റോഡ്. ഈ ഇതിലിങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ വഴി ഇറങ്ങി കാണിച്ചു തരാം. അപ്പോൾ ഇത് പണ്ടിങ്ങനെ അവിടുന്ന് നമ്മുടെ വെക്കേഷനിൽ ചെറിയ പ്രായത്തിലൊക്കെ ഇവിടുന്ന് പലചരക്ക് ഷീറ്റ്, തേങ്ങ ഇതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജീപ്പ് വരും. അന്ന് ഞങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ നോക്കിക്കും. വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഓരോ വണ്ടി വരുമ്പോൾ നമ്മുടെ വണ്ടി പുത്തമ്പുരക്കൽ അവരുടെ വണ്ടിയാണ് വന്നുകൊണ്ടിരുന്നത് അധികം. ഇതിൻ്റെ ഒരു മാവ് ഇതിലെത്ത് എറിഞ്ഞെന്നറിയാം. എറിഞ്ഞ് കൈയുടെ ഇടപാട് നല്ല മാങ്ങയാണ്. പണ്ടൊക്കെ ഈ വവ്വാൽ കടിച്ചിട്ട് മാങ്ങയെല്ലാം പകുതി കടിച്ചതൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് തിന്നുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ പോലും എടുക്കില്ല. ചെറിയൊരു കുത്തുണ്ടെ പോലും പേടിച്ചിട്ട് നിപ്പയൊക്കെ വരുന്നെല്ലാം വിചാരിച്ചിട്ട്. ഇതാണ് അങ്ങനെ നമ്മളെ തറവാട്. നമ്മുടെ ചെറുപ്പത്തിലെ വെക്കേഷനും വീക്കെൻഡുകളെല്ലാം ഉണ്ടായിരുന്ന സ്ഥലം. ഇതൊരു പോപ്പരയാണ്. ഇതിപ്പോൾ അടുത്ത കാലത്ത് കിട്ടിയതാണ്. ഇതിന്ന് ചെറിയ മാവ് വീണിട്ട് കൈ ഒടിഞ്ഞു പോയി. കൈ 3ആയിട്ട് ഒടിഞ്ഞു പോയി, ഷീറ്റിടാൻ കയറിപ്പോയി. പിന്നെ ഇത് പഴയ വീടിൻ്റെ വല്യമ്മയ്ക്ക് അമ്മയുടെ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ ഒരു ബാത്റൂം പുറത്തേക്ക് കൂട്ടിയെടുത്തതാണ്. ഇത് പുതിയതാണ്. ഇത് പഴയ വീട്. ഇത് വീടിൻ്റെ പൂമുഖം എന്ന് പറയും. ഇപ്പം പൂമുഖം എന്ന് പറഞ്ഞു കേട്ട്. അതുകൊണ്ട് ഇതെല്ലാം പഴയ സാധനങ്ങളാണ്. പഴയ നമ്മുടെ പണ്ട് കാലത്തുള്ള മരത്തിൻ്റെ അഴികൾ ഉണ്ട്, ജനലിൻ്റെ അഴികൾ, ചില്ല്.
ഇതിൻ്റെ ഓടൊക്കെ എവിടുന്നോ ചുമന്നുകൊണ്ടെന്ന കഥയൊക്കെ പറയുന്ന കേൾക്കായിരുന്നു ദൂരെ നിന്ന്. സ്ഥലമെല്ലാം ഫുള്ള് മാറിപ്പോയിട്ടോ. ഇവിടെ നിന്നും വരാതെ വർഷങ്ങളായി. പണ്ട് ഈ ഇതിലിങ്ങനെ ഒരു നടുപ്പുഴ ഉണ്ടായിരുന്നു. ഇതിലിങ്ങനെ വീട്ടിലോട്ട് കയറി വരുന്ന ഈ റോഡാക്കുന്നതിന് മുമ്പേ ഇതിലിങ്ങനെ ഒരു നടുപ്പുഴ ഉണ്ടായിരുന്നു. ഇതാട്ടോ നമ്മളെ വീട്. വേണ്ട, വലിയ വീടാണ്. വലിയ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൂമുഖമുണ്ട്. പിന്നെ 1 2 3 4 5 6 മുറികളുണ്ട്. പിന്നെ ഇങ്ങനെ ചുറ്റുകൂടിയിട്ടുള്ള സ്ക്വയർ കുറേ ഏരിയയുള്ള വീടാണ്. എല്ലാം ഓടെല്ലാം പോയി. നമുക്ക് ഒരു സൗണ്ട് കേൾക്കണമെന്ന് അറിയില്ല. താഴെ നിന്ന് ഹുയി ഹുയി എന്നുള്ള അങ്ങനെ താഴെ ഒരു വീട്ടുകാരുണ്ട്. അവർ കുരങ്ങനെ ഓടിക്കുന്ന സൗണ്ട്. ഇവിടെ കറണ്ട് ഉണ്ട് കേട്ടോ, പണ്ട് മുതലേ ഉണ്ട്. ഞാനൊക്കെ അറിയാവുന്ന കാലത്ത് മുതലേ ഇവിടെ കറണ്ട് ഉണ്ട്. ഉണ്ടോ ഒച്ച കേൾക്കുന്നുണ്ടോ? കുരങ്ങനെ ഓടിക്കുന്ന. ഇവിടെ ലാസ്റ്റ് ഉണ്ടായിരുന്നത് ചെറിയമ്മാവനും അമ്മയുടെ അമ്മയൊക്കെയാണ്. അമ്മയുടെ അമ്മയെല്ലാം മരിച്ചു കഴിഞ്ഞപ്പം ചെറിയമ്മൻ താഴോട്ട് വീട് വെച്ച് മാറി. അങ്ങനെ ഇപ്പോൾ ഈ വീട്ടിലാരും ഇല്ല. എന്താ വീടിൻ്റെ പേര് സ്മരണ. അതുപോലെ ഈ കമ്പിയെല്ലാം ബെൽഡ് ചെയ്തത് താഴെ വണ്ടി അന്ന് വണ്ടി വരില്ല, എന്നാലും ചുവന്നുകൊണ്ടെന്ന കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറണ്ടിൻ്റെ മീറ്ററിലും പറഞ്ഞ് തൂങ്ങിപ്പോയി. അതിനകത്തൊന്ന് കയറാൻ താക്കോലും എടുത്തില്ല. താക്കോൽ അമ്മാൻ്റെ അടുത്തായിരിക്കും, അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. കാണിച്ചു തരാം. അതാണ് അമ്മയുടെ അമ്മയും അമ്മയുടെ അച്ഛനും. ഉണ്ടോ അവിടെ ഫോട്ടോയൊക്കെ ഉണ്ട്. ഈ സാധനം കണ്ടോ? ഇത് ഈ സാധനം ഇങ്ങനെ നമ്മൾ ഈ മറ്റേ മുറുക്കാനിടിക്കുന്ന ചെറിയ കുട്ടിയില്ല, അത് വെച്ച് ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം തെറിച്ച് അമ്മാവൻ്റെ മോനും ഞാൻ കൂടെ കളിക്കുമ്പോൾ ഇവിടുന്ന് ഇടിച്ചിട്ട് ഈ സാധനം ഊരി തെറിച്ച് വന്ന് എന്നെ നെറ്റിക്കൊണ്ടിട്ട് മുറിഞ്ഞു പോയി. ഫുള്ള് ഓട്ടർമയാണ്, ഓട്ടർമ. വെള്ളത്തിന് സെറ്റപ്പ് എല്ലാം പോയി. ഇത് അടുക്കള ഭാഗം വർക്ക് ഏരിയ. ഇത് അടുക്കളയാണ്. ഈ വീട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ തറ കാണുന്നുണ്ട്, ഇതിലിങ്ങനെ ഞാലി ഉണ്ടായിരുന്നു. പിന്നെ അത് ഓടും കൊല്ലം പോയി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഇതാക്കിയതാണ്. എന്താണ് പൊളിച്ചളഞ്ഞതാണ്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഞാലിയ. ഇവിടെ ഈ ഓല മടഞ്ഞ് കിട്ടുന്ന ഇതിങ്ങനെ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഇങ്ങനെ അതിൻ്റെ മണ്ടയിൽ അതിൻ്റെ മുകളിലോട്ട് ഒരു റബ്ബർ കമ്പ് ചാരി വെച്ചിട്ട് ഒരു കള്ളൻ ഇതിനകത്തൂടെ കയറി മുകളിലേക്ക് കയറി ഇങ്ങനെ ആ ഓടെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ അടുക്കളയുടെ അകത്ത് ഇങ്ങനെ ഷീറ്റ് ഉണങ്ങാണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടി കയറി. അപ്പോൾ അമ്മയുടെ ചേച്ചി മൂത്രമൊഴിക്കാനൊക്കെ കണ്ടിട്ട് ഇറങ്ങി ഓടി. കള്ളന്മാരൊക്കെ രക്ഷപ്പെട്ട് കാണും. വീട് മൊത്തം പോയി കേട്ടോ. വീട് മൊത്തം നശിച്ചു പോയി. ഇതിൽ കുറേ ഭാഗങ്ങളെല്ലാം ഈ ഇരുമ്പ് കമ്പിയെല്ലാം കയറ്റി കൊടുത്തിട്ടുണ്ട്. കഴുക്കുമെല്ലാം പോയിട്ട് ഇതിന് ഫുള്ള് ഇറക്കിയിട്ട് ഫുള്ള് വെൽഡ് ചെയ്ത് ഓടൊക്കെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. ഇത് പണ്ടത്തെ കുമ്മായത്തിൻ്റെ തേപ്പാട്ടോ. പിന്നെ ഇതിൻ്റെ ഈ വീടിൻ്റെ മൂലകൾ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ കൽപ്പണയില്ലേ, കപ്പണ, അതിന് കൈകൊണ്ട് ചെത്തിയെടുത്ത കല്ലുകൾ ഈ ഇങ്ങനെ മൂലകൾ വരുന്നില്ല, കോർണർ, അത് പിന്നെ ചെങ്കല്ലായിരിക്കും. ചെങ്കൽ വലിയ കടുപ്പൊന്നുമില്ല, ഇപ്പോഴത്തെ പോലത്തെ അല്ല, പണ്ടത്തെ. പിന്നെ ബാക്കി മൺകട്ട, അതിൽ കുമ്മായത്തിൻ്റെ തേപ്പ്, പിന്നെ മരത്തിൻ്റെ സ്ട്രക്ചർ, പണ്ടത്തെ ഓട്,
വീട് പൂട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്തൊന്ന് കയറി നോക്കാമായിരുന്നു. വീടിൻ്റെ അകത്ത് കയറാനും പേടിയാണ്. പാമ്പായിട്ടുണ്ടാവും. അപ്പോൾ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ബാല്യകാലത്തിൻ്റെ സ്മരണ. ഇതിൻ്റെ വീടിൻ്റെ പേരും സ്മരണ തന്നെയാണ്. ഇവിടെ തന്നെയായിരുന്നു നമ്മൾ ഫുള്ളുണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ടോ? ഇത് പൂമുഖം ഈ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്നത്. പിന്നെ അറിയാം അതിനപ്പുറം വർക്ക് ഏരിയ ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ 2 വീട് പോലെയൊക്കെ തോന്നും. പണ്ട് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റോട്ടിൽ കൂടെ വണ്ടി പോകുന്നു. അങ്ങനെ പനത്തറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇതിലിങ്ങനെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ നടന്നു പോകുന്നതും വണ്ടി പോകുന്നതൊക്കെ കാണാമായിരുന്നു. ഇപ്പം മരങ്ങളെല്ലാം വലുതായതുകൊണ്ട് കാണുന്നില്ല. പിന്നെ അങ്ങോട്ട് ഒരു മല കാണുന്നില്ല. എന്താ കാണിച്ചതാ? ഇതാന്ന് വടക്കാക്കുന്ന്. മറ്റേ ഗണനാൻ നടത്താൻ വേണ്ടിയിട്ട് അവിടെ സമരമൊക്കെ ചെയ്യുന്നില്ലേ കുറേ ആൾക്കാർ. ഗണനത്തിനെതിരെ ആ മലയാണ് വടക്കാക്കുന്ന്. ഈ പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് നേരെ താഴെ അങ്ങോട്ടായിരുന്നു പണ്ട് കറണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇതിലേ റോട്ടിലാക്കി. വീടിൻ്റെ അകത്തൂടെ കയറിയിരുന്ന അടിപൊളിയാണ്. വീടിൻ്റെ അകത്ത് കറണ്ട് വെളിച്ചമുണ്ടാവുമായിരിക്കും. വീടിൻ്റെ ഓടുകളെല്ലാം ഫുള്ള് കുറേ കുരങ്ങെല്ലാം എടുത്ത് മാറ്റുന്നതാണ്. പിന്നെ കുറേ കാലപ്പഴക്കം കൊണ്ട് കഴുക്കോലും പട്ടിയെല്ലാം ദ്രവിച്ച് വീടൊരു പരുവായി. ഇതിൻ്റെ പ്ലംബിങ്ങൊക്കെ ഞാൻ ചെയ്ത കേട്ടോ. ഇത് വലിയ പഴക്കമൊന്നുമില്ല പ്ലംബിങ്ങിനൊന്നും. എൻ്റെ ടാങ്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് മുകളിലൊരു നമ്മുടെ പറമ്പിന് അങ്ങ് മുകളിൽ വശത്തൊരു കിണറുണ്ട്. 17 കൊല്ലം മറ്റോ അതിന് ഓസിൽ ഇങ്ങനെ വെള്ളം വരും. അത് ഈ ടാങ്കിൽ ഇങ്ങനെ നിറയും. ഉണ്ട് അതിൻ്റെ ഓസ് ഫുൾ ടൈം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. എൻ്റെ വീടിൻ്റെ പുറകുവശം മൺകട്ട. ഇത് പുറകിൽ ബാത്റൂമാണ്. പണ്ട് ഇതാണ് ഒരു ബാത്റൂം ഉണ്ടായിരുന്നത്. അപ്പുറത്തെ ബാത്റൂം ഇപ്പോൾ 2ാമത് കെട്ടിയതാണ്. വീട് ഇവിടെ താമസമാക്കിയിട്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മുകളിൽ കിണറിൽ വെള്ളം കിട്ടിയത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ വെള്ളം എടുത്തുകൊണ്ടിരുന്ന ഒരു കിണറുണ്ട്. ഞാൻ കാണിച്ചോ, കുഞ്ഞു കിണർ. ദൈവമേ, പാമ്പൊക്കെ ഉണ്ടാവുമോ? ഇല്ലൊന്നും പോകാൻ വഴി വരില്ലല്ലോ. കിണർ ഇതുണ്ടോ, ഒരു കുഞ്ഞു കിണർ. ഇതിൽ ഞാൻ ഇറങ്ങി തേകലൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കിണർ. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു മറിയും. അങ്ങനത്തെ സാധനം. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് ഞാൻ കാണിച്ചു തരാം. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളമുണ്ട്. കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല. പണ്ട് ഇവിടെ നിന്നാണ് വെള്ളം ചെന്നുകൊണ്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. അമ്മയെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിലൊന്നും നടക്കാൻ പറ്റില്ല. ഫുള്ള് ഇതിവിടെ ഒരു മോട്ടോർ പുര ഉണ്ടായിരുന്നു പണ്ടത്തെ. ഈ മോട്ടറൊന്നും വെച്ച് കണ്ടിട്ടില്ല. പണ്ട് ഞങ്ങളുടെ ഓർമ്മയിലുണ്ടായിരുന്നു ഒരു മോട്ടോർ പുര.
നമ്മളെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ ഈ കുളത്തിൽ വന്നാണ് കുളിക്കുന്നത്. അപ്പോൾ ആ കുളം കാണിച്ചു തരാം. ഇതാണ് കുളം. വലിയ സെറ്റപ്പ് ഒന്നും പറയാനില്ല. ഇതുണ്ട് ഇവിടെ കണ്ടോ, ഈ ചെറിയ കുഴി. ഇത് ഞാനും എൻ്റെ കസിനുണ്ട്, അമ്മാവൻ്റെ മകൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ കുഴിയാണിത്. ഇതിലിങ്ങനെ വെള്ളമുണ്ട് കുറേശ്ശെ. പിന്നെ ഇതാണ് കണ്ടോ, ഇവിടുന്ന് വീട് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ദൂരം തലച്ചുമട് വഴി വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ടിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മുകളിലെ കിണറിൽ വെള്ളം കിട്ടുന്നവരെ. ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, അവിടെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ഗുഹ പോലത്തെ സാധനം കണ്ടോ, അതിലാണ് ശരിക്കും ഉറവയുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ഒച്ച കേൾപ്പിച്ചാൽ വെള്ളം വീഴുന്നതിൻ്റെ. ശരിക്കും അവിടെയാണ് വെള്ളമുള്ളത്. എല്ലാ വേനൽക്കാലത്ത്, എത്ര വലിയ വേനൽക്കാലത്ത് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് കെട്ടി തേച്ചെടുത്ത കരിങ്കലിന് കെട്ടിയിട്ട് ഇങ്ങനെ തേച്ചുണ്ടാക്കിയൊരു കുളമാണ്. കണ്ടോ, ഇത് ഞാൻ നീന്തൽ പഠിച്ചത് ഞാനല്ല, ഞങ്ങളിവിടെ നീന്തൽ പഠിച്ച് വിടുന്നതാണ്. നീന്തൽ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നീന്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമുണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് തേങ്ങ ഇതിപ്പോൾ ഇതെല്ലാം കുരങ്ങ് കടിച്ചിട്ടോ, ഇങ്ങനെ വെയിറ്റില്ലാത്ത 2 തേങ്ങ എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു തുളയിടും. ഈ സൈഡിലും ഒരു തേങ്ങ, ഈ സൈഡിലും നമ്മൾ തുളയിടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പി ചൂടാക്കി പഴുപ്പിച്ചിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റും. പണ്ട് അങ്ങനെ ഡ്രില്ലർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നിട്ട് അതിനകത്ത് ഈ തേങ്ങകൾ തമ്മിലൊരു ചൂടി കയറ് കൊണ്ടിങ്ങനെ മറ്റേ അത് വെച്ച് ബന്ധിക്കും. എന്നിട്ട് അത് നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ നെഞ്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ 2 സൈഡിലിട്ടിട്ട് ഇങ്ങനെയാണ് വെള്ളത്തിൽ ചാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ താന്ന് നോക്കില്ല. അങ്ങനെയാണ് നീന്താൻ പഠിച്ചത്. ഇപ്പോൾ നീന്താൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നീന്താൻ പഠിച്ചിരുന്നു. പിന്നെ വേനൽക്കാലത്ത് ഇതിൽ ഓല കുതിരാൻ വേണ്ടിയിട്ട് തൊഴുത്ത് ഞാലി അങ്ങനെ കുറേ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഓല മടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുമായിരുന്നു. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഓസ് വെച്ചിട്ടുണ്ട്. അത് തുണി വെച്ച് ഇങ്ങനെ ടൈറ്റാക്കി നിർത്തുന്നതാണ്. അത് ഈ കുളത്തിലെ വെള്ളം തുറന്നുവിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലൊരു ഇരുമ്പിൻ്റെ ഹോസുണ്ട്. ആ ഹോസിൽ തുണി കുത്തി കയറ്റിയിട്ടാണ് ഇത് വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. എന്തെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്ത് കഴിഞ്ഞാൽ സെറ്റപ്പാണ്. പിന്നെ വേനൽക്കാലത്ത് ഇതിനകത്ത് ഓല മടയാനിടും, തൊഴുത്തിനെല്ലാം വേണ്ടി. പിന്നെ വേനൽക്കാലത്ത് ആ വെള്ളം ഹോസ് വെച്ച് ഇങ്ങനെ ഈ കവുങ്ങിനൊക്കെ നനയ്ക്കാറുണ്ട്. നമ്മളൊക്കെ കുറേ നനച്ചിട്ടുണ്ട്. കണ്ടോ ഈ താഴെ കാണുന്ന കവുങ്ങുകളൊക്കെ. പിന്നെ ഈ കാണുന്ന കുറേ കവുങ്ങുകൾ അടുത്തടുത്ത് കണ്ടോ, ഇതൊന്നും നട്ടതല്ല, ഇതെല്ലാം അടക്ക വീണിട്ട് തന്നെ മുളച്ച് അടുത്തടുത്ത് വന്നത്. ഈ വെള്ളമുള്ളതുകൊണ്ട് വെള്ളം ഇപ്പോൾ കണ്ട ഇതിൽ ലീക്കായി പോകുന്നുണ്ട് താഴോട്ട്. അതിലിപ്പോൾ തേപ്പെല്ലാം അടന്ന് ഫുള്ള് പോയി, വെള്ളം ഉപയോഗിക്കുന്നില്ലല്ലോ. ഇതിൻ്റെ ഈ ഭാഗത്തോടെയാണ് ഒരു കമ്പി പുറത്തിട്ടുണ്ടായിരുന്നത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്ന് ഓസ് ഇട്ടിങ്ങനെ വലിച്ച് കവുങ്ങെല്ലാം നനച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് മുകളിൽ വെള്ളം കിട്ടിയതിന് ശേഷം പിന്നെ ഇത് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കെല്ലാം വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിട്ട് ഓല കുതിർക്കാൻ. എത്ര നീന്തി കുളിച്ച കുളമെന്നറിയാം. നൊസ്റ്റു ഈ കുളം കാണിച്ചാൽ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഞാൻ അങ്ങോട്ട് അങ്ങനെ കയറിപ്പോകുമെന്നറിയില്ല, ഒരു ആവേശത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി. പുറകിൽ കുളം. ഒരാവേശത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ കയറിപ്പോകണമെങ്കിൽ പണി കുറേ ഉണ്ട്, വഴിയില്ല.
വഴിയെല്ലാം പോയി, കാട്. ഇതിലൊക്കെ നടന്നു പോയി കുറേ പ്രാവശ്യം നമ്മൾ കുളിച്ചുകൊണ്ടൊക്കെയാണ് സ്ഥലമാണ് കുളിക്കാനും. ഇതൊരു ചെമ്പകം ഉണ്ട്. ആ ചെമ്പകം ഈ പണ്ട് ചേർത്തിട്ടായിരുന്നു നമ്മളിന്ന് പോകുമ്പോൾ നിശ്ചയം ഇങ്ങോട്ട് വരാതായിട്ട് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരു 4-5 വർഷം, 5-6 വർഷം മാക്സിമം. അല്ല സ്ഥിരം വന്നുകൊണ്ടിരുന്നു. ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തായാലും വരും വല്യമ്മ. പിന്നെ ഈ വീടിൻ്റെ അയൽവക്കം എന്ന് പറയുന്നത് ഇതാ വീടാണ്. അതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ആ വീട്ടിലുള്ള പുള്ളിയുടെ തറവാട് അതിനപ്പുറമുണ്ട്. അവരായിരുന്നു ഏറ്റെടുത്ത അയൽവക്കം. അവരുടെ മകൻ്റെ വീടാണ്. ഇപ്പോൾ അതാണ് ഏറ്റവും അടുത്ത അയൽവക്കം. ഇപ്പോൾ ഞാൻ ഇതിലിങ്ങനെ ചുറ്റിക്കറങ്ങി ഇപ്പോൾ ഞാൻ ഒരു പുതിയ റോഡ് നമ്മുടെ ഇത് ഇവിടുത്തെ മിഷൻ പോരാട്ടോ, നമ്മൾ ഷീറ്റ് അടിക്കുന്നത്. ഇതെല്ലാം ഫുള്ള് പോയല്ലേ, അതെല്ലാം കണ്ടിട്ട് കുറേ ആയി. ഷീറ്റ് അടിക്കുന്ന മിഷൻ ഉണ്ട് അതിനകത്ത്. ഇതിങ്ങനെ പണ്ട് ആദ്യം റോഡ് നിർമ്മിക്കാൻ വേണ്ടി അതിലിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാനും കസിനുകൾ കൂടിയിട്ട് പന്തൽ കെട്ടലും തെയ്യം കെട്ടൽ പരിപാടിയൊക്കെ ഉണ്ട്. അയ്യോ നല്ല മഴ വരുന്നുണ്ടല്ലോ, മഴ. ഈ റോഡിപ്പം നമ്മുടെ പഴയ റോഡിൽ നിന്ന് മറ്റേ മുകളിലുള്ള അയൽക്കാർക്ക് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇതെല്ലാം പ്രൈവറ്റ് റോഡാട്ടോ. ഞാൻ നേരത്തെ കാണിച്ച മാത്രമേ പഞ്ചായത്ത് റോഡുള്ളൂ. അതാണ് നിങ്ങൾ കാണുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത അയൽവക്കം. ഇതാ നടന്നു പോകുന്ന ആളാണ് നമ്മുടെ ഇവിടുത്തെ റബ്ബർ കയറ്റുന്ന ചന്ദ്രേട്ടൻ. അദ്ദേഹത്തിൻ്റെ വീടാണത്. ചന്ദ്രേട്ടൻ്റെ വീടാണ്. നമ്മളെ വീടിൻ്റെ മോള് വശത്ത് കാണിച്ചു തരാം. ഇത് വലിയ തിട്ടാട്ടോ, അതാവട്ടെ വീടിനേക്കാളും വലിയ കുഴിയാണ്. അതായത് വീടിൻ്റെ 1.5 ഹൈറ്റിങ്ങിലുള്ള കുഴിയാണ്. ആവട്ടെ കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഞാനിപ്പോൾ അത്രയും മുകളിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതിന് മുകളിൽ നോക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം കറക്റ്റായിട്ട് കിട്ടും. എന്താ പിന്നെ ഇതൊരു മാവ്. എൻ്റെ ഓർമ്മയിൽ പണ്ട് മുതലേ ഉണ്ട്. പിന്നെ കമ്പെല്ലാം കുറേ പൊട്ടി പോയി. ഇത് കപ്പ മാങ്ങ, നല്ല മാങ്ങയായിരുന്നു. ഇതിൽ കുറേ കയറും, കുറച്ച് കയറിയിട്ട് തോട്ടുണ്ടൊക്കെ പറിക്കും. പിന്നെ ബാക്കി കയറാണ്, ഇവിടുന്ന് എറിഞ്ഞ് താഴോട്ട് എറി. പിന്നെ ഇവിടെ ഒരു നെല്ലി ഉണ്ടായിരുന്നു, അത് പോയി. ഒരു നെല്ലിയും വേറൊരു മാവും കൂടി ഉണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെയൊക്കെ നെല്ലിക്ക പറിക്കലായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു ചന്ദനത്തെ കാണിച്ചു തരാം. ഇതാണ് ചന്ദനത്തെ. ഇത് നടുന്നൊന്നുമല്ല, ഇത് തന്നെ ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ വേരിൽ നിന്ന് ഇങ്ങനെ തന്നെ ഉണ്ടാവും തോന്നുന്നു.
ഇവിടെ പണ്ടൊരു ചന്ദനം ഉണ്ടായിരുന്നു. ഇതെല്ലാം കുറച്ച് സൈസ് ആകുമ്പോഴേക്ക് കള്ളന്മാർ നോക്കി നോക്കും, രാത്രി ഒന്ന് അടിച്ചോണ്ടു. എങ്ങനെ ഇവർ അറിയുന്ന അറിയില്ല. കള്ളന്മാർക്ക് തന്നെയാണല്ലോ പണിയല്ല. വീടിൻ്റെ താഴെ കാണിച്ച ഭാഗം മാത്രമേ ഭയങ്കര കയറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങോട്ടുള്ളെന്ന് പറഞ്ഞാൽ വലിയ കയറ്റമില്ലാത്ത ഏരിയ ഉണ്ടോ. കുറേ കാട്ടുമരങ്ങളുണ്ട്, പിന്നെ കശുമാവ്, റബ്ബർ, തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, എല്ലാ സാധനമുണ്ട്. ഞാൻ നേരത്തെ ഒരു ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്നൊരു വഴി കാണിച്ചിരുന്നില്ല, അതിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം. അതിൻ്റെ മോള് വെച്ചിട്ട് അല്ല ഇങ്ങനെ വെള്ളം പോകുന്ന വഴിയാണ്. കുറേ സ്ഥലം അങ്ങനെ മണ്ണ് ഒലിച്ച് പോകുന്നുണ്ട്. എല്ലാം കെട്ടിയെടുക്കണം എന്നാലേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ചെറുപ്പത്തിലിവിടെല്ലാം കുറേ കച്ചവടം ഉണ്ടായിരുന്നേ. നമ്മൾ വെക്കേഷനിൽ ഇങ്ങനെ വണ്ടി വെക്കാൻ വരുമ്പോൾ നമ്മൾ പിള്ളേന്മാർക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അണ്ടിയും മങ്ങിയും പരവരാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അമ്മാവൻ കുറച്ച് മൂത്തവരൊക്കെ എന്താക്കുന്നു പറഞ്ഞാൽ അവരെല്ലാം ഇതെല്ലാം പെറുക്കിക്കൊണ്ടിങ്ങനെ ഈ ഏരിയയിലൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഇങ്ങനെ കശുമാവ് ഉണ്ടായിരുന്നിടത്ത് ഇവിടെയൊക്കെ കൂട്ടിയിടും, ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിടും. ഞങ്ങൾ പിള്ളേർ ഇതിൽ നിന്നിങ്ങനെ വേർതിരിച്ചെടുക്കണം, രണ്ടും പിരിച്ചെടുക്കണം. അന്നേരം ഈ ചീഞ്ഞ മാങ്ങയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി, പിന്നെ ഇത് പിരിച്ചും തീരുമില്ല. അന്നേരം എന്താക്കുമെന്ന് പറഞ്ഞാൽ ഈ പെറുക്കി കൊണ്ടുവന്നിട്ട് സാധനം ഞങ്ങളവിടെ നിന്ന് പെറുക്കി ഇങ്ങോട്ട് താട്ട് എറിയും. കശുമാവിൻ്റെ ചുവട്ടിലോട്ടൊന്ന് തിരിച്ച് തീരാണ്ടിരിക്കും. നാളെ അത് പെറുക്കി വീണ്ടും കൊണ്ടുവരും, എന്നാലും തീരണ്ടേത്. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മരുത്, ഇതിനകത്ത് ഇതിൽ പണ്ടേ തേനുണ്ടോയെന്നാണ്, ഇപ്പോൾ തേനുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഒരു പൊത്തുണ്ട്. തേനെടുക്കാമെന്ന് അറിയില്ല, എന്നാലും പണ്ട് നമ്മൾ വന്നിങ്ങനെ കുറേ ഇങ്ങനെ അഭ്യാസം കളിക്കും, എൻ്റെ കുറേ സർക്കസ് കളിക്കും തേനെടുക്കാൻ വേണ്ടി. പൊത്ത് കാണിച്ചു തരാം. എന്താ ഇതൊരു മരുതാണ്, മരുതിൻ്റെ ഒരു പൊത്ത്. ഇതിനകത്ത് തേനുണ്ടാകാറുണ്ട്. അതിപ്പോഴും ഉണ്ട് മരം, അതിനൊന്നും ആയിട്ടില്ല. അത് പൊത്തായതുകൊണ്ടായിരിക്കും പോവാത്ത. നല്ല മരമാണെങ്കിൽ ഒടിഞ്ഞു പോയാൽ. ഇതൊന്ന് അക്വേഷ്യാന്ന് തോന്നുന്നു, അക്വേഷ്യോ. ഇതിലിപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. ഉണ്ടോ ഇവിടെയൊക്കെ സ്ഥലം നല്ല വലിയ ചെരുവൊന്നുമില്ല, ചെറിയൊരു ചെരുവ്, വെള്ളം പോകാനുള്ള ചെരുവെന്ന് അറിയില്ല, അത്രേ ഉള്ളൂ. ഇതെല്ലാം വഴി കാണുന്നുണ്ടല്ലോ. ഇതുണ്ടോ പണ്ട് വെട്ടുകല്ല് ചെത്തിയെടുക്കുന്ന സമയത്തെ ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ മൂലയ്ക്കൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ കൈമഴ ഉപയോഗിച്ചുകൊണ്ട് ഇതുണ്ടോ ഇങ്ങനെ വെട്ടി കല്ലെടുത്ത ഒരു പാടാണിത്. ഉണ്ടോ അതിന് പ്രത്യേകതരം മഴ ഉണ്ടായിരുന്നു. അവരത് ഉപയോഗിച്ച് വെട്ടി ഇതാക്കും. ഇതിൽ ആരോ പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ടാപ്പിങ്ങാരനായിരിക്കും. പിന്നെ ഇല്ല, അത്യാവശ്യം വഴിയുണ്ട്. എൻ്റെ മുകൾ വശം ഫോറസ്റ്റ് ആട്ടോ, അങ്ങ് മുകളിൽ കാണുന്ന പിയോണ്ടി ഫോറസ്റ്റ്. ഞാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നരിമാളം എന്ന് പറയുന്ന സാധനമുണ്ട്. നരിമാളം എന്ന് പറഞ്ഞാൽ പണ്ട് നരി ഉണ്ടായിട്ടുണ്ടാവും, ഒരു വലിയ കല്ലിൻ്റെ ഗുഹയാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പേര് വന്നിട്ടുണ്ടാവും, നരിമാളം. അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും, നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു മഴയും വന്നു. ഇതെല്ലാം കശുമാവായിരുന്നു കേട്ടോ പണ്ട്, ഇതിപ്പം ഫുൾ റബ്ബറാക്കി. ഇതെല്ലാം ഈ റബ്ബറൊന്നും വെച്ച പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല, ആദ്യമായിട്ട് വരുന്നത്. ഇതിലേ ഒരു വഴി കാണുന്നുണ്ട്, മിക്കവാറും പന്നി വരുന്ന വഴിയായിരിക്കണം. ഭാഗ്യം കൊണ്ടിരുന്ന് ഞാൻ പന്നിയുടെ കുത്തു മേടിക്കും. മണ്ണിളക്കി കിടപ്പുണ്ട്.
പന്നി ഇറങ്ങുന്ന വഴിയായിരിക്കണം. ഇനി അങ്ങോട്ട് പോകുന്നത് അത്ര സേഫ് ആയിരിക്കില്ല എന്ന് തോന്നുന്നു. സാരമില്ല, നോക്കാം. ഈ സൈഡൊക്കെ റബ്ബറാണ്. ഇവിടെയൊക്കെ രാവിലെ ടാപ്പിങ്ങാരം വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നരിമാളം നോക്കിയിട്ടാണ് പോയത്. നരിമാളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കൊല്ലം പാർക്കടുത്ത്. അതല്ല, നരി ഒളിച്ചിരിക്കുന്ന മാളം ആയതുകൊണ്ടായിരിക്കും നരിമാളം എന്ന പേര് വന്നത് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഞാൻ പറ്റുമെങ്കിൽ ആ നരിമാളം ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കാം. പണ്ട് മുതലേ നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്ന നരിമാളം. അതിനകത്ത് ഇതുവരെ ഒന്ന് കയറി നോക്കണം വെച്ചിട്ട് പറ്റിയിട്ടില്ല. ഇതാണ് ഗൈസ്. ഹലോ, നരിയുണ്ടോ? നരിച്ചേട്ടനുണ്ടോ? ഉണ്ടോ? ഇത് വലിയ ഗുഹയാണ്. അങ്ങോട്ട് വലിയ ഗുഹയായിരിക്കില്ല, എന്നാലും അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ടോർച്ചൊക്കെ ആയിട്ടൊന്ന് കയറി നോക്കാമായിരുന്നു. ഒറ്റയ്ക്ക് പോകുന്ന അത്ര സേഫല്ല. ചിലപ്പോൾ പന്നി ഉണ്ടാവും, ചിലപ്പോൾ പാമ്പുണ്ടാവും, പിന്നെ ഈ മുള്ളം പന്നി അങ്ങനത്തെ സാധനം ഉണ്ടാവും. നരിയും പുലിയൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല, പണ്ടുണ്ടായിട്ടുണ്ടാവും. കണ്ടോ ഒരു ഗുഹ, നരിമാളം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്ഥലം തീർന്നില്ല. നമ്മുടെ സ്ഥലം അങ്ങ് അവിടെ കൊണ്ടാണ് ഫോറസ്റ്റ് തുടങ്ങുന്നത്. ഈ കല്ല് കാണുന്ന സ്ഥലമൊക്കെ ഇത് പെട്ടോ നമ്മുടെ. വേറൊരു സാധനം കൂടെ നിങ്ങൾ കാണിച്ചു തരാനുണ്ടായിരുന്നു. അത് കാണാൻ ഞാൻ ഇനിയും കാട് കയറേണ്ടി വരും. അതായത് ഫോറസ്റ്റിൻ്റെ ഒരു അതിര്. ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ നരിമാളത്തിലൊന്ന് കയറി നോക്കാം കേട്ടോ. എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. പുറത്ത് വന്നെങ്കിൽ ഉള്ളിലോട്ട് കയറുന്നത് ചെയ്യാം. കയറിയിട്ട് പുറത്ത് വന്നാലല്ലേ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ? അതിങ്ങനെ എല്ലാം നമ്മുടെ പുറമ്പാണ്. തറവട്ടമൊക്കെ സ്ഥലം കേട്ടോ. നമ്മൾ പറയുമ്പോൾ എൻ്റെന്ന് വിചാരിക്കണ്ട. എല്ലാവരും ഒന്നാമെന്ന് വിചാരിച്ച് നമ്മളാന്ന് പറയുന്നത്. നമ്മുടെ എന്തായാലും ഞാൻ ആ ഫോറസ്റ്റിൻ്റെ അതിൽ കാണിക്കുന്ന ശ്രമം ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ ഒഴിവാക്കി. കാരണം ഭയങ്കര കാടമുണ്ട്. അങ്ങോട്ട് ഒറ്റയ്ക്ക് കയറിപ്പോയാൽ ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാനുണ്ടാവില്ല. പിന്നെയും കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. എന്തെല്ലാം ഇപ്പം ഇനിയിപ്പോൾ സ്ഥലം വിറ്റുപോയി കഴിഞ്ഞാൽ ഇതൊന്നും കാണാനുണ്ടാവില്ല. നമ്മുടെ സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേറെ ആളുടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെർമിഷൻ എടുക്കണ്ടേ? പെർമിഷൻ ഒന്നും വേണ്ട. ഇപ്പം മറ്റേ മൃഗങ്ങളുടെ പെർമിഷൻ മതി. കുരങ്ങ, പന്നി, അവരാണ് ഇവിടെ ഭരിക്കുന്നത്. കിരീടമില്ലാത്ത രാജാക്കന്മാർ. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ കൂട്ടത്തിലൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചേ. ഏതോ സിനിമയിൽ മോഹൻലാൽ പറയുന്നില്ലേ, ഒരു വില്ലൻ്റെ പുളിയമ്മാവിൻ്റെ കൊമ്പിനടിയിൽ എരിഞ്ഞ വരുമ്പോൾ നെഞ്ചു തല്ലിക്കരയാനൊരു പെണ്ണ് വേണം, ഇങ്ങനെ പറയുന്നില്ലേ. അതിലൊരു പുളിയമാങ്ങ, കണ്ണിമാങ്ങ എന്ന് പറയില്ലേ, കണ്ണിമാങ്ങ. ആ കണ്ണിമാങ്ങ ഉണ്ടാകുന്നൊരു മാവാണത്. ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് ഈ സാധനം ഉണ്ടോ, ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഈ പ്രദേശം മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇത് മാങ്ങ ഉണ്ടാവും. ഇപ്പം ആരും എടുക്കുന്നൊന്നുമില്ല. എൻ്റെ കൂട്ടത്തിൽ വേറെ സാധനം ഞാൻ കാണിച്ചു തരാം.
ഈ മാവിന് വേറൊരു ഓർമ്മ കൂടിയുണ്ട്. ഇതുണ്ടോ ഈ മാവ്, വലിയ മാവ് ഞാൻ കാണിച്ചത് ഉണ്ടോ, എൻ്റെ കണ്ണിമാങ്ങ ഉണ്ടാകുന്നു. ഇതിൽ കയറണ ഭയങ്കര പണിയാണ്. അത് വലിയ ഒറ്റ ഇങ്ങനെ എന്താ പറയണ്ട, ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് കയറി പറിക്കലും ഇങ്ങനെ പോകുന്നിട്ട്. കണ്ട ഇതിങ്ങനെ ഈ സൈഡിലേക്ക് ഒരു കമ്പ് കണ്ട ഇങ്ങനെ പോകുന്ന വേറൊരു കമ്പുണ്ടായിരുന്നു പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ. അപ്പോൾ ഞങ്ങൾ 2-3 പേര് അതിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെ കാല് നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ചാടിപ്പോകുന്നുണ്ട്. അങ്ങനെ അത് ഒടിഞ്ഞ് താഴെപ്പോയിട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഞങ്ങൾ കുറേ 3-4 പിള്ളേരുണ്ടായിരുന്നു. നമ്മുടെ കസിൻ എൻ്റെ 2 കൈ ഒടിഞ്ഞു പോയി. അങ്ങനെ ഒരു ഓർമ്മ ഇവിടെ ഉണ്ട്. പിന്നെ അതിലും വലിയൊരു ഓർമ്മ കാണിച്ചു തരാം. ഈ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതുണ്ട്, അമ്മയുടെ അച്ചാച്ചൻ അടക്കം ചെയ്ത സ്ഥലമാണത്. ഞാൻ കണ്ടിട്ടില്ല അച്ചാച്ചനെ. ഇതാണ് ആ സ്ഥലം. ഇതിൻ്റെ തൊട്ടടുത്താണ് പിന്നെ അമ്മമ്മേനെയും അടക്കം ചെയ്തേക്കുന്നത്. അപ്പോൾ അമ്മമ്മേനെ ഇപ്പോൾ അടുത്ത ഒരു 5 വർഷം മുമ്പ് വരെ 5-6 വർഷം മുമ്പ് അതുകൊണ്ട് ഓർമ്മയുണ്ട്. അച്ചാച്ചനൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പണ്ട് കാലത്ത് ഇങ്ങനെ മരിച്ച ഈ അടക്കം ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ ഇവർ ഒരു സ്മാരകം പോലെ പണിഞ്ഞു നോക്കും. കണ്ടോ, എൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ കല്ല് കാണുന്നുണ്ട്. ഇതാണ് അമ്മമ്മയുള്ളത് അടക്കം ചെയ്തത്. ഇത് ഈ വലിയ മാവിൻ്റെ അടിവശത്ത് ഉണ്ടോ മാവ്. ഈ വീഡിയോ കാണുന്ന പോലെയല്ല, വലിയ ഗടാഗടിയും മാവാണ്. ഇത് മുറിച്ച് കഴിഞ്ഞാൽ 2 ലോഡ് സാധനം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ കമ്പൊന്നും ഇങ്ങനെ പൊട്ടിയിട്ടില്ല കേട്ടോ കാറ്റത്തൊന്നും. ഇവിടെയൊക്കെ പണ്ട് ഒരു മുല്ല ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പണ്ട് ഇവിടെ കുറേ റബ്ബർ ഇപ്പോൾ ഈ പുതിയ റബ്ബർ വെച്ചതിൻ്റെ എല്ലാം റബ്ബർ തൈ കമ്പാണോ കുരുവാണോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ കുറേ പന്തലൊക്കെ ഇട്ട് മോട്ടറൊക്കെ വെച്ച് നനയ്ക്കുന്ന സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചക്ക ഉണ്ടല്ലോ, ചക്ക ഒരെണ്ണം പറിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം, ലാസ്റ്റ് നോക്കാം. ഉണ്ടോ അച്ചാച്ചൻ്റെ സ്മാരകം. ഇതിൽ ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമായിരിക്കണം. പക്ഷേങ്കിൽ ഡേറ്റൊന്നും ഞാൻ ചെറുപ്പത്തിലൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇനിയിപ്പം ഡേറ്റ് കാണാനായിട്ട് ഞാൻ പോയി നോക്കേണ്ടി വരും. നോക്കാം എവിടെയെങ്കിലും ഉണ്ടോ. ഡേറ്റൊന്നുമില്ല ഗൈസ്. ഉണ്ടോ അച്ചാച്ചൻ. ഇതിൻ്റെ കളർ വരെ പോയിട്ടില്ല. പണ്ട് എത്രയോ വർഷം, 10-45 വർഷം ഇതിൽ പഴക്കമുണ്ടാവും ഇത് കേട്ടോ. ഡേറ്റൊന്നും കാണുന്നില്ല. എവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോയെന്നറിയില്ല. അപ്പം നമുക്ക് നേരെ മുമ്പോട്ട് പോകാം. ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഈ വീടിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ള ജലം ഇതിവിടെ ഒരു കിണറുണ്ട്. ഇതിപ്പോൾ ഫോറസ്റ്റിൻ്റെ അടുത്താണ്. ഇത് ഞാൻ താഴെ ഒരു കുളം കാണിച്ചില്ലേ, കുറേ വർഷം കഴിഞ്ഞ് കിട്ടിയതാണിത്. ഈ കിണറിൽ നിന്നാണ് വെള്ളം താഴോട്ട് പോകുന്നത്. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഗ്രാവിറ്റിയിൽ പോകുന്ന വെള്ളമാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചാൽ വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഈ കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. കിണർ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നല്ല വെയിലത്ത് വരണമായിരുന്നു, എന്നാൽ കുറച്ചുകൂടെ കാണാമായിരുന്നു. നമുക്ക് ഉറവ് വീഴുന്ന ഒച്ച കേൾപ്പിച്ചു തരാം കേട്ടോ. എൻ്റെ ഫോണ് കിണറ്റി പോകുമെന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല. വേണ്ട, ഇഷ്ടം പോലെ വെള്ളം. ഇപ്പോൾ ഒരു 1.5 ആളെ വെള്ളമെങ്കിലും ഉണ്ടാവും. 17 പോലെ. അപ്പോൾ ഈ കിണറിനെ കുറിച്ച് വേറൊരു കഥ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കിണർ
ആദ്യം കുത്തിയ ആൾ ഒരു 10-16 കോലായപ്പോഴത്തേനും വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞു. അതായത് ഈ കിണർ സ്ഥാനം കണ്ടത് അച്ചാച്ചനാന്ന് പോലും, അത് അമ്മയുടെ അച്ഛൻ ഇവിടെ വന്നിട്ട് കണ്ടതൊന്നല്ല, വീട്ടിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുന്ന സ്ഥലത്ത് കുത്തിയാൽ അതിൻ്റെ ഇടയിൽ ഒരു ആട് വന്നിട്ടുണ്ട്. ഹലോ, പാത്തുമ്മയുടെ ആടാണോ? എന്തായാലും കയറൊന്നുമില്ല, ലക്ഷ്യം അറിയാൻ തോന്നുന്നു, നേരെ പോകുന്നുണ്ട്. പോട്ടെ. അപ്പോൾ ഈ കിണറിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ കിണറിൻ്റെ സ്ഥാനം കണ്ടത് അച്ചാച്ചനാന്നാണ് പറയുന്നത്, അമ്മയുടെ അച്ഛൻ. പിന്നെ നമ്മളവിടെ സ്മാരകം കണ്ടില്ലേ, അച്ചാച്ചൻ. അപ്പോൾ അച്ചാച്ചൻ അവിടെ വീട്ടിലിരുന്നുകൊണ്ട് ഇന്ന് ഈ സ്ഥാനത്ത് ഇങ്ങനെ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ കുഴിച്ചതാന്ന് പറഞ്ഞു. ആ കുഴിച്ച ആൾ ഒരു 10-16 കോല് താത്തി കഴിഞ്ഞപ്പോൾ വെള്ളം കിട്ടാത്തതുകൊണ്ട് പണി നിർത്തി ഇതിന് സൈഡിൽ നിന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ കുറേ ഇങ്ങനെ ഇലയും കാര്യങ്ങളൊക്കെ വീണ് കുറച്ച് പോലെ ഇങ്ങനെ കടന്നു. പിന്നെ വടക്കാക്കുന്ന് മറ്റുള്ള ഒരു മീശ കുഞ്ഞുട്ടി അങ്ങനെ എന്താരോ ഒരു ചേട്ടനയിലേ പോകുമ്പോൾ ഈ കിണർ കണ്ടിട്ട് ഞാൻ കുത്തിത്തരാമെന്ന് പറഞ്ഞ് പുള്ളി കുത്തി പണി തുടങ്ങിയിട്ട് അന്ന് തന്നെ പറ്റുന്നാളോ വെള്ളം കിട്ടിയെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ വീടുമായിട്ട് ഈ കിണറിന് ഒരു 100 മീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പം വീട്ടിലേക്ക് വെള്ളം ഗ്രാവിറ്റിയിലാണല്ലോ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ അങ്ങ് കുറച്ച് താഴെ നിന്ന് ഇതിങ്ങനെ മണ്ണ് കീറിയിട്ട് ഇതിലൊരു ചാലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്മളിങ്ങനെ കിണറിൻ്റെ അകത്തേക്ക് ഓസ് ഇടും. അപ്പോൾ വേനൽക്കാലത്തൊക്കെ വെള്ളം നിന്ന് പോയി കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ വെള്ളം നിൽക്കും. വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിവിടെ വന്ന് പൊക്കി കോരി കയറ്റണം. ആ ഓസ് നിങ്ങൾക്ക് കാണാം, ഇതുണ്ടോ കിണറിൻ്റെ ഇവിടെ തുളച്ചിട്ടേക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5-2 ആൾ ഹൈറ്റിൽ താഴെ ഇങ്ങനെ വലിയ ചാല് കയറിയിട്ട് കിണറിൻ്റെ അകത്തോട്ട് തുള എടുത്തിട്ട് കണ്ട ഒരു ഓസ് ഉണ്ടോ, ഞാൻ കാണിച്ചത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്. അല്ലെങ്കിൽ കണ്ട ഓസ് തുളയെടുത്ത് ഇങ്ങനെ കയറ്റിയേക്കണം. ഇതിലാണ് താഴേക്ക് വെള്ളം ഇങ്ങനെ ഗ്രാവിറ്റിയിൽ പോകുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ഇത് ഇത്രയും കൂടെ ഹൈറ്റ് കൂടി ഇതിൻ്റെ മണ്ടയിൽ കൂടെ കയറി വെള്ളം അങ്ങോട്ട് ചിലപ്പോൾ പോവില്ല. അതുകൊണ്ട് അതിന് വേണ്ടി എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കുഴി കുത്തിയിട്ട് അങ്ങ് അവിടെ മുതൽ ചാലെടുത്ത് ഇങ്ങനെ അടിയിൽ കിണറിൻ്റെ അവിടെ ഇങ്ങനെ തുറന്ന് ഓസിട്ടിട്ട് അങ്ങ് അതിനകത്തോട്ട് കയറ്റി വെക്കുന്നത്. അങ്ങനൊരു ചരിത്രം. ഇത് ഞങ്ങളിങ്ങനെ വേനൽക്കാലത്ത് വെള്ളമൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് താഴെ അടച്ചു വെക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം കോരി അതിൻ്റെ അറ്റം കൊണ്ട് പൊക്കിയെടുത്ത് ഇതിനകത്ത് ഇവിടുന്ന് വെള്ളം നിറച്ചിട്ട് താഴോട്ട് വിട്ട് താഴെ പിന്നെ ഇവിടെ വെള്ളത്തിലിറക്കി വെച്ച് താഴെ വിടുമ്പോൾ വരും. അത് ഈ എടുക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകും. നിന്ന് കഴിഞ്ഞാൽ നല്ല ചടങ്ങ്. പിന്നെ ഇവിടെയൊക്കെ തേങ്ങ വറക്കുമ്പോൾ നമ്മൾ പെറുക്കാൻ വരുന്നത്, അങ്ങനെയൊക്കെ ഓർമ്മകളുണ്ട്. ഈ മുകളിലോട്ട് കയറി വരുന്നത്, ഈ ഭാഗത്തോട്ട് കയറി വരുന്നത് ഈ 2 കാര്യത്തിനാണ് മെയിനായിട്ട്. ഒന്ന് ഈ കിണറിലെ ഓസ് ശരിയാക്കാൻ, 2 ആ പുളിയമ്മാവിൻ്റെ മാങ്ങ വറക്കാൻ വേണ്ടി വരും. അച്ചച്ചൻ്റെ എല്ലാം സ്മാരകത്തിൻ്റെ അടുത്ത് കണ്ടില്ലേ, അതിന്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഏകദേശം ഏരിയയെല്ലാം കവർ ചെയ്തു ഞാൻ. പിന്നെ ഫുള്ള് മുകളിലോട്ടൊന്നും പോയിട്ടില്ല. ഇതിപ്പോൾ അടുത്ത് വെച്ച് റബ്ബർ. ഇതൊക്കെ കാട് തെളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഒരു വീടുണ്ട്, നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ്. അവർക്ക് അതിൽ മുകളിൽ വേറെ റോഡുണ്ട്, ഫോറസ്റ്റ് അകത്തൂടെ. ഇവിടെ നോക്കിയാൽ പണ്ടത്തെ വീടിൻ്റെ അയൽവക്കം ശരിക്കും കാണാം. ഇല്ല, കാണാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമൊക്കെ ഇവിടുന്ന് കാണാം, ഒരു ചിമ്മിനി. ഇതാണ് കേട്ടോ ബോർഡർ. ഇതിനപ്പുറം കാണുന്ന വേറെ സ്ഥലം. ഇങ്ങനെ ഒരു വഴി പോലെ കണ്ട, ഇതാണ് ബോർഡർ. ആ പഴയ ആദ്യത്തെ അയൽവക്കത്തിൻ്റെ അവരുടെ പോപ്പര കണ്ട. അപ്പോൾ ചിമ്മിനിയുടെ പുക വന്ന് കാണാം. ഈ റബ്ബറൊക്കെ മുറിച്ച് റീപ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ റബ്ബർ മുറിച്ച സമയത്ത് വലിയ വണ്ടി വന്നായിരുന്നു കേട്ടോ. ഫോറസ്റ്റിലിങ്ങനെ പെർമിഷൻ എടുത്തിട്ട് മരം കൊണ്ടുപോകാൻ വേണ്ടി. താഴെ കൂടെ കയറി വരില്ല, അങ്ങോട്ട് ഇറങ്ങിപ്പോകും വേണമെങ്കിൽ ഇതിലൂടെ കൊണ്ട്. പക്ഷേ ഇങ്ങോട്ട് കയറാൻ നടക്കില്ല. അതുകൊണ്ട് അവർ ഇതിലെ ഫോറസ്റ്റിലേക്ക് വലിയ വണ്ടി തന്നെ വരും.
ലോറി തന്നെ വരും. അപ്പോൾ പെർമിഷൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ചാലാണ് ഞാൻ നടന്നു പോകുന്നത്. ഇവിടുന്ന് തൊട്ട് വണ്ടിക്ക് അടിച്ചിട്ട് അവിടുന്ന് ലോറിയിൽ ലോഡ് ചെയ്തിട്ട് അങ്ങനെ പോയിക്കൊണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ മരമെല്ലാം കൊണ്ടുപോയത്. ഇത് മൊത്തം 13 ഏക്കർ സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ഈ കറക്റ്റ് അറിയില്ല. 13 ഏക്കറിൽ ഞാൻ ഏകദേശം 10 ഏക്കർ ഇപ്പോൾ നടന്നു. ഇനി താഴെ സൈഡ് ഒരു 3 ഏക്കർ നടക്കാനുണ്ട്. ഇതിപ്പോൾ ഫോറസ്റ്റ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഫോറസ്റ്റാണ്. അതിൽ അതായത് അങ്ങ് മരം കൊണ്ടുപോകാൻ വന്ന വണ്ടി വന്നതിൻ്റെ ബാക്കി പത്രം. ഞാൻ താഴെ കാണിച്ചു തന്നില്ലേ വെള്ളം പോകാൻ വേണ്ടിയിട്ടൊരു സാധനം, ഒരു വലിയ മാളം, ഒരു തോട് പോലത്തെ. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ഈ ഫോറസ്റ്റ് ഒന്നും ഇങ്ങനെ വെള്ളം വരുന്നത് അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയി താഴെ അങ്ങെത്തുമ്പോൾ തന്നെ വലിയ കുഴി, 2-3 ആൾ താഴ്ചയുള്ള കുഴിയാണ്. അപ്പം ഞാൻ കുറേ നേരമായിട്ട് കാണിക്കണം എന്ന് വിചാരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഫോറസ്റ്റിൻ്റെ അതിൽ ജണ്ട എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ഫോറസ്റ്റ് ആയി കേട്ടോ. ഫോറസ്റ്റിലേക്ക് നമുക്ക് കടക്കാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് കയറുന്നത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് നമ്മളെ പറമ്പ് വരെ നമുക്ക് വരാം. ഇവിടം വരെ നമ്മൾ പറമ്പുണ്ട്. ടൈം ഇതുണ്ടോ, ഇതെല്ലാം ഇപ്പോൾ പുതിയ ഉണ്ടായ കേട്ടോ പ്ലാവ്. ഇതിലൊരു ചക്കയുണ്ട്, അത് ഇതാക്കി പോയി. ഇത് മുകളിലൊരു ചക്കയുണ്ട്, അതും കുരങ്ങ് കടിച്ചാന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് എനിക്ക് താഴെ നിന്ന് പറിച്ചുകൊണ്ട് പോകാനും. മൂത്തുമില്ല, കുഴപ്പമില്ല. താഴോട്ട് നടന്ന് നോക്കാം. ഞാൻ ആ ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ നടക്കുന്നു. ഏത് നമ്മുടെ സ്ഥലവും ഫോറസ്റ്റും തമ്മിൽ വേർതിരിക്കുന്ന ഫോറസ്റ്റുകാരുടെ ഒരു അതിര് ജണ്ട എന്ന് പറയുന്ന സാധനമുണ്ട്. സിമൻ്റ് കൊണ്ട് കിട്ടിയ ഒരു സ്തൂപം പോലത്തെ സാധനം. നമ്മളൊക്കെ ഇങ്ങനെ മറ്റേ മഹാന്മാർക്കൊക്കെ പണിയില്ലേ, അതിന് നമ്മൾ പ്രതിമ വെക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു സാധനം. ഇത് ഡേഡി കാണുന്നില്ല. ഞാൻ ഫോറസ്റ്റിൽ തന്നെ കയറേണ്ടി വരുമോ ഫോറസ്റ്റൊക്കെ? അല്ല, അത് കണ്ട് നമ്മുടെ സ്ഥലമായി കുറച്ച് അങ്ങോട്ട്. പക്ഷെ അങ്ങോട്ട് കാട് തെളിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. അങ്ങോട്ട് കയറി പോകണമെങ്കിലേ ഇതെല്ലാം ഇപ്പോൾ അടുത്ത് വെച്ച റബ്ബറാട്ടോ. ഇവിടെ ഒരു പ്ലാവുണ്ട്. നേരത്തെ കണ്ട ആടിൻ്റെ ഓണർ പോകുന്നുണ്ട്, ബാക്കി ആടും പോകുന്നുണ്ട് താഴെ കൂടെ. ഇതൊക്കെ ആടിനെ തീറ്റാൻ പോകുന്ന വഴിയായിരിക്കും. ഇവിടെയൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒരാളും കൂടെ കൂട്ടിയിട്ട് വരണം ഗസ്. ഇല്ലെങ്കിലേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനതിപ്പം പ്ലാൻ ചെയ്യാതെ വന്നതുകൊണ്ട് കൂട്ടത്തിൽ ആരും ഇല്ല. ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് കയറിപ്പോവും? ഇതൊക്കെ നമ്മുടെ സ്ഥലം തന്നെ, കാട് വെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്നും നമ്മളൊന്ന് വീണ് പോയാൽ പോലും ആരും അറിയില്ല. ഇവിടെയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് വഴികളാണ്, ഡേഞ്ചറസ് പാറക്കെട്ടുകൾ ചാടി ഒന്ന് ചവിട്ടി മതിച്ച്. ഇതൊക്കെ നമ്മുടെ സ്ഥലം തന്നെ കേട്ടോ, ഫോറസ്റ്റ് ആയില്ല. ഫോറസ്റ്റിന് ഇനിയും കുറച്ചും കൂടെ അപ്പുറമാണ്.
ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, ഇവിടെ കാട്ടുമരങ്ങളേ ഉള്ളൂ, വേറെ ഒന്നും നട്ടു വെച്ചിട്ടില്ല. കശുമാവ് ഉണ്ടായിരുന്നു പണ്ട്. ഇത് തട്ട് എന്ന് പറയും, തട്ട്. ഇത് തട്ട് സ്ഥലമാണ്, ഫോറസ്റ്റ്. ഇതിനപ്പുറം ഫോറസ്റ്റ് ഒന്നായിരുന്നു, അതുകൊണ്ട് ഇവിടെ തട്ട് എന്ന് പറയും. തട്ടുമ്മലെ കൊട്ട ഇറക്കാൻ പോയോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് എവിടെയോ എത്തി. അതായത് ഈ കാണുന്നതും നമ്മുടെ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒന്നും കൃഷി ചെയ്യാത്തതുകൊണ്ട് ഈ വലിയ മരം കാണുന്നത് ഫോറസ്റ്റ്, ഇതിങ്ങോട്ട് കാണുന്നതൊക്കെ നമ്മുടെ. പക്ഷേങ്കിലേ നമ്മുടെ അതിർത്തി വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. അതിൽ പാമ്പ് ഉണ്ടാവും എന്നുള്ളതാണ് പേടി. പാമ്പ് മാത്രമല്ല, ഇതിനകത്ത് പന്നി ചിലപ്പോൾ കിടക്കുന്നുണ്ട്. നമ്മൾ ഒറ്റ കീച്ചാലേ സ്വാഹ. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാട് വെട്ടിയ സമയത്ത് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് ആ ശ്രമം പരാജയപ്പെട്ടു. പരാജയപ്പെടാനൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ കയറിപ്പോ തന്നെ. പക്ഷെ വൈകുന്നേരം ആയതുകൊണ്ട് വെളിച്ചവും ഇല്ല, പാമ്പോ ചെമ്പാറ്റുണ്ട് ഞാൻ കാണുമില്ല. ഞാൻ ചുറ്റും നോക്കി നടക്കുന്നുണ്ട്. ഞാൻ വലിയ ഷൂ ഇടാനും മറന്നുപോയി അല്ലേ, മറ്റേ വലിയ ഇതില്ലേ മുട്ടോളത്തുന്ന ഷൂ, അതിടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കണ്ട് ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ സ്ഥലമാണ്. ഇപ്പോൾ നല്ല പണ്ട് അതെ അല്ല ഞാൻ പറഞ്ഞു തന്നത്. ഫോറസ്റ്റ് ഇതിനപ്പുറമാണ്. ഇവിടെ ഒന്നും ജണ്ടയില്ലേ? ജണ്ട ഇവിടെയൊക്കെ കശുമാവ് ഉണ്ട് കേട്ടോ, ഓരോന്ന് പണ്ടത്തെ കശുമാവ്. ഇപ്പം നരിമാളത്തിൻ്റെ മുകൾ വശത്തായിട്ടാണ് ഇപ്പം ഞാനുള്ളത്. നരിമാളം എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ, നമ്മൾ നേരത്തെ കണ്ട നരിമാളില്ലേ, അതിൻ്റെ മുകൾ വശത്താണ്. ഞാൻ അതിൽ ഇങ്ങനെ ഇപ്പുറത്തൂടെ വളഞ്ഞ് കയറി. ഇനിയിപ്പോൾ ഞാനതിൽ ഇറങ്ങിപ്പോവും, അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. താഴോട്ട് എങ്ങനെ ഓടിയാലെത്തുമല്ലോ അല്ലേ. ഇച്ചിരി വെള്ളം എടുക്കണ്ടായിരുന്നു, മറന്നുപോയി. നടന്ന് മൂപ്പാട് കയറും. ഇവിടെ ഒന്നും വഴിയില്ല, ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ പോവാണ്. ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പോവാണ്. എന്നാലും പോയി നോക്കാൻ. പക്ഷെ രാവിലെ വരേണ്ടതായിരുന്നു കേട്ടോ. രാവിലെ വന്നിരുന്നെങ്കിലേ എന്നെ കൺമണ്ടായാലും അവർക്ക് തപ്പി വരാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ. ഇനി അങ്ങോട്ട് ഫോറസ്റ്റാന്ന് തോന്നും. ഞാൻ അന്വേഷിക്കുന്ന സാധനം മാത്രം കാണുന്നില്ലല്ലോ. ഉണ്ടാവും കേട്ടോ, എവിടെയെങ്കിലും ഉണ്ടാവുന്നല്ല. ഞാൻ കണ്ടായിരുന്നു, പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കറക്റ്റ് പൊസിഷൻ മനസ്സിലാവുന്നില്ലല്ലോ, അങ്ങോട്ട് വരാത്തതുകൊണ്ടേ സ്ഥലങ്ങളെല്ലാം മാറിപ്പോയ പോലെ. പണ്ടാണ് ഒറ്റ പോട്ടത്തിന് ഞാൻ അതെവിടെ ഞാൻ പറഞ്ഞത്. എന്തായാലും ഇത് കാണുമെന്ന് തോന്നുന്നില്ല. ഇതിലൊക്കെ ഓരോ വഴി കാണുന്നുണ്ട്. വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയൊക്കെ ഇറങ്ങിപ്പോന്ന വഴി ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിലൊക്കെ ആര് വരണ. ഇതിൽ താട്ടിറങ്ങിയിട്ട് നേരെ ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ട റബ്ബർ തോട്ടമില്ലേ, അവിടെ എത്തണം കേട്ടോ. മറ്റേ പഞ്ചായത്ത് റോഡ് എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ എത്താനായി. വലിയ തടികളൊക്കെ വിലങ്ങനെയും കുറുങ്ങനെല്ലാം വന്നിട്ടുണ്ട്. ഇതിലേക്ക് ടാപ്പിങ്ങിന് വരുന്നതുകൊണ്ട് കുറച്ച് വഴികൾ കാണുന്നുണ്ട്. വഴിയെന്ന് പറയാൻ പറ്റില്ല, വലിയ കാടില്ല. പക്ഷെ അങ്ങേ സൈഡൊന്നും പോകാൻ പറ്റുന്നില്ല, ഭയങ്കര കാട്. ഇനി താട്ടിറങ്ങാം.
ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ സ്ഥലം കേട്ടോ. വിൽക്കാനിട്ടേക്കുന്ന സ്ഥലമാണ്. വിറ്റ് കഴിഞ്ഞാലല്ലേ നമ്മുടേതെല്ലാം ആവുന്നുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ വിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതിപ്പോൾ അമ്മയുടെ ചേച്ചിമാരെല്ലാം ദൂരമാണ്, ദൂര സ്ഥലങ്ങളിലാണ് കെട്ടിച്ചേക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ഇനിയിപ്പോൾ ഇവിടെ സ്ഥലം വേണ്ട. ഇല്ല, പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഞങ്ങൾ 2-3 പേർ കൂടി എടുക്കണം. അതിനുള്ള ആമ്പിയർ നമുക്കില്ലതാണ്. അപ്പോൾ പിന്നെ മൊത്തത്തിൽ അങ്ങ് വിൽക്കാൻ. പിന്നെ സ്ഥലം ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. ഇപ്പം കാര്യമില്ല, റബ്ബറിൻ്റെ കാര്യമുണ്ട്. റബ്ബറുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ ജീവിക്കാം. കുറേശ്ശെ സ്വന്തമായിട്ട് പണിയെടുക്കണം. പണിക്കാരനെല്ലാം വെച്ച് പണിയിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ മുതലൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ എല്ലാ കൃഷിക്കും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഇത്രയൊന്നും ഒരാൾക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താനാവില്ല. അപ്പോൾ ഒരു പണിക്കാരനെ നോക്കണം. ടാപ്പിങ്ങും ഷീറ്റ് എടുക്കലും പാലെടുക്കലും ഷീറ്റ് അടിക്കലും ഒരാളെ കൊണ്ട് നടക്കില്ല. അപ്പോൾ എന്തായാലും വേണ്ട ഓരോ ഇരുളിൻ്റെയൊക്കെ സൈസ് കണ്ട്. ഇത് ഫോട്ടോ കാണുന്ന പോലെ ഒന്നുമല്ല. ഇത് ഞാൻ പിടിച്ചെത്തൂല, വട്ടം പിടിച്ചെത്തൂല, അത്രയുണ്ട്. ഇതൊക്കെ അതിനകത്തുള്ളത്. അവിടെ ഉണ്ട് വേറൊരു മരം. അതെന്ത് വരാമെന്ന് അറിയില്ല കേട്ടോ. അങ്ങോട്ടൊരു മരം ഒടിഞ്ഞു പോയി. എന്താ അപ്പോളേ വലിയൊരു മഴ ഇങ്ങനെ ആർത്ത് വരുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിന് മുമ്പ് താഴോട്ടിറങ്ങണം. താഴോട്ട് മീൻസ് റോഡിലെത്തണം. ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ? ഇതുണ്ടോ? ഇതൊരു കാട്ടുമരമാണ്. ഇതിന് പേരറിയില്ല. അതാണ് കാട്ടുമരം അല്ലേ അത്. എത്ര വർഷത്തിന് ശേഷമാണെന്നറിയോ ഞാനിങ്ങനെ ഈ പറമ്പിലേക്കെല്ലാം വരുന്നത്. നമുക്ക് വരാതായിട്ട് കുറേ വർഷങ്ങളായി. ഇങ്ങനെ പറമ്പ് നടന്ന് കണ്ടിട്ട് ഏകദേശം ഒരു 10-15 വർഷമായിട്ടുണ്ടോ. ഇത്രയും മുകളിലോട്ടൊക്കെ കയറി വന്നിട്ട്. പിന്നെ ഈ മുകളിലോട്ട് കയറിയെന്ന് പറഞ്ഞാൽ നേരത്തെ അച്ഛൻ്റെ സ്മാരകം കാണിച്ചില്ല, അവിടെ അമ്മമ്മേനെ അടക്കം ചെയ്യുമ്പോൾ ലാസ്റ്റ് അങ്ങോട്ട് കയറിയാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ടൊന്നും ഇതുവരെ കയറി വന്നിട്ടില്ല. ഇതിപ്പോൾ ഇന്നിങ്ങനെ ഒരു പൂതി കയറി വരണം, അങ്ങനെ കയറി വന്നതാണ്. ഇതെല്ലാം ടാപ്പിങ് ആയാലും പന്നിയും പോകുന്ന വഴിയായിരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് പന്നി ഞാനും തമ്മിൽ കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ സമയമായി വരുന്നു, അവരിറങ്ങേണ്ട സമയമായി വരുന്നുണ്ട്. അപ്പോൾ ആരുടെ വഴിയിൽ നിന്ന് ചോദിച്ച് എന്നെ ചിലപ്പോൾ തട്ടിയിട്ടെങ്കിലോ. ഇതിപ്പോൾ ഇവിടെ എത്തിയെന്ന് പോലും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ വഴിതെറ്റി വേറെ എങ്ങോട്ടും വഴിതെറ്റി പോകും. വഴി തെറ്റല്ലടാ. ഇതുണ്ടാവും നേരത്തെ ഞാൻ മുകളിൽ നിന്ന് കാണിച്ച മറ്റേ ഫോറസ്റ്റിലെ വെള്ളം വരുന്ന വഴി ഉണ്ടോ? അത് നോക്കി പോയാൽ മതി. അത് നോക്കി പോയാൽ വീട്ടിലെത്താം. വീടിൻ്റെ മുമ്പിലെ തോട്ടിലാണ്. ഞാൻ അങ്ങോട്ട് പോയ വഴി ഏതാണ്ട് എത്തി കേട്ടോ. ഇത് ഞാൻ പോകുമ്പോൾ കാണിച്ചു തന്നില്ല, മറ്റേ വീട്ടിൽ ചെത്തിയെടുത്ത സ്ഥലം. അപ്പോൾ ഇത് പോയ വഴി തന്നെ. ഇതൊന്നും മനസ്സിലാവുന്നില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലും വന്നാൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. നടക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത് ഭയങ്കര ടാസ്ക്. ഞാൻ 10 മീറ്റർ പോകണ്ടെങ്കിൽ വണ്ടിയിൽ പോകും, ബൈക്കിൽ. എന്നിട്ട് ഞാനാണ് ഈ നടന്നതെന്ന് അറിയുമ്പോൾ വീട്ടുകാരൊക്കെ ഞെട്ടിത്തരിച്ചു പോയി. നമ്മുടെ ചന്ദനം ഇത് വിറ്റിട്ടാണ് കോടികളുണ്ടാക്കുക. കോപ്പാണ്. അതിന് മുമ്പ് മറ്റേ കള്ളന്മാരൊന്നും കൊണ്ടുപോകും. അമ്മമാർ ഇതിനുള്ള നമ്പർ അടിച്ച് വെച്ചാണ്. ഇപ്പോൾ ഇത് ഇത്ര വർഷം കഴിഞ്ഞ് ഇന്ന ഡേറ്റിന് മുറിക്കാം. അപ്പോളേ അങ്ങനെ നമ്മൾ തറവാടിന് മുകളിലെത്തി. അയ്യോ ഇനിയുണ്ടല്ലോ. അപ്പോൾ നമ്മളോട് കയറി വന്ന വഴി ഞാൻ ഇപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് വേറൊരു വഴി കൂടെ.
വേറൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ വന്നിട്ടുണ്ടെന്ന് അത് വേറൊരു വഴിയുണ്ട്. ഇങ്ങപ്പുറത്ത് ആ കുളത്തിൻ്റെ ഒക്കെ നടന്നു വന്നേ അതല്ല. ഇതിൽ ഈ വീട്ടിലേക്ക് വണ്ടി കയറി വന്ന ആദ്യത്തെ റോഡുണ്ട്. ഇതിപ്പം ഈ റോഡ് അങ്ങപ്പുറം പഞ്ചായത്ത് റോഡ് നിന്ന് ഞാൻ നടന്നു വന്ന വഴി. അതല്ലാതെ ഉണ്ട് ഈ താഴെ കൂടെ ഒരു വഴിയുണ്ട്. അതിലാണ് ആദ്യകാലത്ത് ജീപ്പ് കയറി വന്നിട്ടുണ്ട്. ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ സമയത്ത് ആഴ്ചയിൽ മിക്കവാറും ഒന്ന് വരും. എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ടാവും. ഷീറ്റ്, കുരുമുളക്, അടയ്ക്ക, തേങ്ങ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതെല്ലാം പെറുക്കി അടുക്കി വെക്കലും ഭയങ്കര ഉത്സവമായിരുന്നു വണ്ടി വരുന്നത്. അപ്പോൾ ആ വണ്ടി വരുമ്പോൾ വണ്ടിയിൽ ഒരു ചാക്ക് അരി ഉണ്ടാവും. അല്ലെങ്കിൽ കൂടി ചുമന്നേറ്റിൽ ഭയങ്കര പണിയല്ലേ, കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ സാധനങ്ങളെല്ലാം പെറുക്കി സെറ്റാക്കി വെച്ചിട്ട് വണ്ടി വരുന്ന നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വല്ലപ്പോഴേ വണ്ടി വരുള്ളൂ. ഈ നമ്മളെ ഇങ്ങോട്ട് വരെ ടാറിങ്ങില്ല. അതായത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന അങ്ങോട്ട് വരെ ടാറിങ്ങില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി പോകുന്ന മുളക്കം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കും വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഇതേതാ മരം? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. 11 ഇപ്പോൾ അടുത്ത കാലത്തുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴയായി. ഇത് കണ്ടോ, ഈ മുരിങ്ങയുടെ ഇവിടെയായിട്ട് ഒരു വെറ്റില പന്തലുണ്ടായിരുന്നു. പന്തൽ മീൻസ് വെറ്റ രണ്ട് ജോടി വെറ്റ ഉണ്ടായിരുന്നു. അതിങ്ങനെ പന്തലിട്ടിട്ട് തൂണൊക്കെ നാട്ടി ഇങ്ങനെ പന്തൽ നമ്മൾ ഈ കോവലൊക്കെ കയറ്റുന്ന പോലെ ഇങ്ങനെ വെറ്റ കയറ്റിയിട്ട് ഒരു പന്തൽ പോലെ ഉണ്ടായിരുന്നു. കവുങ്ങിൻ്റെ അലകൊക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മണ്ടയിലൊക്കെ കയറി ഇങ്ങനെ വെറ്റ കുറച്ച് വലിയമൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ പിന്നെ ഈ മരം കാണുന്നുണ്ടോ, അവിടെയായിട്ട് പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഈ മരം ഇറക്കുന്ന പരിപാടിയില്ല. ഇപ്പോഴല്ലേ മില്ല് വന്നത്. പണ്ടിങ്ങനെ 4 തൂണ് നാട്ടി അതിലിങ്ങനെ ഒരു ഇത് വെച്ച് അതിൻ്റെ മുകളിൽ തടി വെച്ചിട്ട് ഇങ്ങനെ 2 പേര്, ഒരാൾ മുകളിൽ നിൽക്കും, ഒരാൾ താഴെ നിൽക്കും. മുകളിലോട്ട് വിളിക്കും, താഴോട്ട് വിളിക്കും. വിടറാ വലിക്കടാ എന്ന് പറഞ്ഞ് അങ്ങനെ മരം അറുത്തുകൊണ്ടിരുന്നൊരു സമയമില്ലേ. അന്നേരം ഇവിടെ മരം ഇറക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മരപ്പൊടിയൊക്കെ വാരി കളിക്കുന്നു. അതൊക്കെ അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞാൽ പോലും അതെങ്ങനെയായിരിക്കുന്നുള്ള വിഷ്വൽ പോലും ആരുടെയും മനസ്സിൽ വരില്ല. എന്താ പറഞ്ഞാൽ കണ്ടിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. കണ്ടവർക്ക് ഞാൻ പറയുമ്പോൾ അതിൻ്റെ വിഷ്വൽ മനസ്സിൽ വരും, ഇങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഷീറ്റ് അടിക്കുന്ന മിഷ്യൻ വരാമെന്ന് പറയും. ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയല്ലോ ദൈവം. അതായത് ഇതിൻ്റെ അപ്പുറം കണ്ടാ ഒരു തൂണ് നിൽക്കുന്നുണ്ട്. ആ തൂണ് ഒരു 4 തൂണോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു തൊഴുത്തായിരുന്നു. ആ തൊഴുത്തിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ പശുവാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഒരു നല്ല കിടാവുണ്ടായിരുന്നു. കന്നിപ്രസവത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്ത് ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ മറ്റേ ബാഹുബലിയിലെ പൽവാൽ ദേവനെ ആദ്യം മറ്റേ പിടിച്ചു നിർത്തുന്നതില്ലേ സാധനം, പശുവോ പോത്തോ ആളെ അങ്ങനെയുള്ള ഒരു സാധനം കളിച്ച് കൊടുത്തൊരു സാധനം. അതിൻ്റെ കന്നിപ്രസവത്തിന് വേണ്ടി ആരും കണ്ണുകളൊന്നും കൊണ്ട് നമ്മളിങ്ങനെ തുണിയൊക്കെ കെട്ടി അവിടെ ഇങ്ങനെ സെറ്റപ്പാക്കി അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പ്രസവിക്കാനിട്ട് ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു കുട്ടി മരിച്ചു, ഓപ്പറേറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തെടുത്തു. കുട്ടി മരിച്ചു പോയിരുന്നു. പിന്നെ 2 മാസം കഴിയുമ്പോൾ ആ പശുവും മരിച്ചു. ആ പശു മരിച്ചതോടുകൂടി ഞങ്ങൾ പരിപാടി നിർത്തി. എൻ്റെ അച്ഛനും അമ്മയും ആട്, പശു കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കുറേ. അപ്പോൾ അത് പിന്നെ അന്ന് ഇവിടെ JCBയും കാര്യങ്ങളൊന്നുമില്ല. പശുവിനെ മറവ് ചെയ്യാൻ വേണ്ടി അതിന് തൊട്ട് താഴെ തന്നെ ഉന്നതിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് കുഴിയെടുത്ത് അതിലിട്ട് മൂടുകയില്ല. അന്ന് പരിപാടി നിർത്തി. ഈ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ഈ വരുന്ന റോഡ് വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന റോഡ് നേരെ ഇങ്ങനെ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അങ്ങ് അവിടെ ആ തെങ്ങ് വയ്ക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് വലിയൊരു മഴ പെയ്യുന്നുണ്ട് കേസ്. വലിയൊരു പാറക്കല്ലല്ല, മറ്റേ ചെങ്കല്ലൊരു തടസ്സമായിട്ട് തോന്നുന്നു. അന്ന് ഹിറ്റാച്ചില്ല, തൂമ്പയ്ക്കാണ് വെട്ടുന്നത്. അപ്പോൾ അത് പൊട്ടിക്കാനുള്ള ബുദ്ധിമുട്ടായ കാരണം എന്താക്കി വെച്ചാൽ അതിലേ മാറ്റി ഇത് നേരെ ഇതിലെയാക്കി. ഈ റോഡിലാണ് ഇങ്ങനെ. ഇതിലെ പണ്ട് നായ്ക്കുറുക്കൻ എന്ന് പറയുന്നൊരു
വണ്ടിയുണ്ട്, അത് കയറി വന്ന ഓർമ്മയുണ്ട്. പിന്നെ തൊട്ടി ജീപ്പുകൾ കയറി വരും. അവസാന കാലത്ത് നമ്മൾ അറക്കൽ ഷെനോചേട്ടൻ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഒരു പ്രാവശ്യം സ്ലിപ്പായി താഴോട്ട് പോയി, അങ്ങനെ കുറേ കണിഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇതിൽ ഞാൻ ബൈക്ക് കയറ്റിക്കൊണ്ടുവന്നു കേട്ടോ. അത് വല്യമ്മ മരിച്ചിട്ട് വല്യമ്മയുടെ അടിയന്തര ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ താഴേന്ന് ബൈക്ക് കയറ്റി ഇതിൽ ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലോട്ട് കയറ്റിക്കൊണ്ടുപോയി. അന്ന് വല്യമ്മാവനുണ്ട്, വല്യമ്മാവൻ എന്നെ കുറേ വഴക്ക് പറഞ്ഞു ഇതിൽ സാഹസികത കാണിച്ചതിന്. പക്ഷേ ഞാൻ വണ്ടി മേടിച്ചപ്പോൾ മുതൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ബൈക്ക് മേടിച്ചപ്പോൾ മുതൽ ഇതൊന്ന് ഓടിച്ച് കയറ്റണം എന്നത്. അതായത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കൽ നടക്കില്ല. എടുക്കൽ മീൻസ് ഇത് ചെറിയ ചരലും കുത്ത് കയറ്റമാണ്. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരാൾ വണ്ടി പിടിച്ച് നിർത്തണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിന്ന് പോയി കഴിഞ്ഞാൽ ഒറ്റ കയറ്റത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ തെങ്ങിൻ്റെ ചുവട്ടിലുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത്, ആ ആഗ്രഹം ഞാൻ നിറവേറ്റി. കുറച്ച് തെറി കേട്ടു, എന്നാലും ഞാൻ ഇപ്പോൾ ഈ റോഡാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇതൊരു റോഡാണ്, ഇപ്പോൾ റോഡാണെന്ന് മനസ്സിലാവില്ല. മിഷ്യൻപുര നമ്മൾ കാണിച്ചത്, മിഷ്യൻപുരയൊക്കെ ആകെ നശിച്ച് നാറാണക്കല്ലെടുത്തിട്ടാ. അയ്യോ ഉണ്ടോ, ഇതങ്ങ് നേരത്തെ ഞാനൊരു കുളം കാണിച്ചു തന്നില്ലേ, അപ്പുറത്ത് ഒരു പഴയ കുളം, അതിൻ്റെ താഴെയായിരുന്നു ഈ മിഷ്യൻപുര ഉണ്ടായിരുന്നത്, ആ കവുങ്ങുന്നോട്ടത്തിൽ. അവിടെ നമ്മൾ ഷീറ്റ് അടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങോട്ട് കയറ്റി, ഇവിടെ കയറ്റി, അത് ചുവന്ന് കയറ്റി കേട്ടോ. അതിലിങ്ങനെ ഈ വഴി കൂടെ ഇങ്ങനെ ചുവന്ന് കുറേ ആൾക്കാർ കൂടി ഇങ്ങനെ ചുവന്ന് കയറ്റിയെടുക്കുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ് ഈ വീട്ടിലേക്കുള്ള ആദ്യത്തെ റോഡ്. ഇതൊന്നും വലിയ പ്രശ്നമുള്ള വഴിയൊന്നുമല്ല. ഇത് ഇപ്പോൾ വരാത്തതുകൊണ്ട് ഇങ്ങനെ കാണുന്നല്ലേ. ഇതൊന്ന് ക്ലിയർ ചെയ്ത് കുറച്ച് കല്ലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായിട്ട് കയറി വരും. പക്ഷെ ബൈക്കൊക്കെ കയറ്റണ കുറച്ച് റിസ്ക്കാണ്. റിസ്ക് മീൻസ് ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. കല്ലൊക്കെ പാകിയിട്ടുണ്ട്, പക്ഷെങ്കിൽ ഇതിപ്പോൾ അങ്ങോട്ട് ഭയങ്കര കയറ്റമാണ്, ഇതിങ്ങനെ താഴോട്ട് ഭയങ്കര ഇറക്കമാണ്. ഇതാണ് ഇവിടുത്തെ തെങ്ങും തോട്ടം. ഇവിടെയൊക്കെ തേങ്ങ വറുക്കലും പരിപാടി. ഇവിടെ ഒരു കുണ്ടുത്തൈ ഉണ്ടായിരുന്നു, കുണ്ടുത്തൈ. ഇത് കുണ്ടുത്തൈ എന്ന് പറഞ്ഞാൽ കുണ്ടുത്തൈ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് കുണ്ടിൽ വലിയ കുഴി കുത്തി അതിനകത്ത് വെക്കുന്ന തെങ്ങും തൈ ആയതുകൊണ്ടാണോ കുണ്ടുത്തൈ എന്ന് പറയുന്നത്. അത് വലിയ ഹൈറ്റൊന്നും ഉണ്ടാവില്ല. അതിൽ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കരിക്കൊക്കെ ഇട്ട് കുടിക്കുന്ന. അത് പോയി. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ തേങ്ങയും കരിക്കൊക്കെ നമുക്ക് ചെറിയ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്ന സാധനമാണ്. അത് പോയിട്ട് ഇപ്പോൾ വേറൊരു തെങ്ങും തൈ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെന്തങ്ങ് പോലത്തെ ഒരു സാധനം ഉണ്ട്, വേണ്ട. ഇതിൻ്റെ തേങ്ങയുടെ കളർ ഒരു ചുവപ്പല്ല, മഞ്ഞ, അങ്ങനെ എന്തോ ഒരു കളറിൽ ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഈ എന്താ അതിൻ്റെ അപ്പുറത്തൂടെയാണ് ഇങ്ങനെ മറ്റേ വെള്ളം പോകുന്ന മാളം, അല്ലെങ്കിൽ ആ വലിയ വെള്ളം പോകുന്ന. ഇവിടെയൊക്കെ 1.5 ആൾ 2 ആൾ താഴ്ചയുണ്ട്. അതിനകത്തൊക്കെ തേങ്ങ പോയി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ പറിക്കുന്ന സമയത്ത്, ഇന്നൊക്കെ ആണെങ്കിൽ തേങ്ങ പോട്ടം നോക്കും. പക്ഷെ പണ്ട് കാലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ പോലും കളയില്ല. വലിയ തോട്ടി കൊണ്ടുവന്നിട്ട് തോട്ടിക്ക് നമ്മൾ വാക്കത്തി വെച്ച് വെട്ടി മുനയാക്കും, എന്നിട്ട് കുത്തിങ്ങെടുക്കും, തേങ്ങയിട്ട് കുത്തും. അപ്പോൾ തേങ്ങ അതിങ്ങനെ തറച്ചിരിക്കും, അപ്പോൾ പൊക്കിയെടുക്കാമല്ലോ. അങ്ങനെയുള്ള പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ കൂലിക്ക് ആളെല്ലാം വെച്ച് പറക്കുമ്പോൾ അവർ അതൊന്നും എടുക്കാൻ നിൽക്കില്ല. പിന്നെ അത് എടുക്കാൻ പറഞ്ഞിട്ട് അതിനകത്ത് വീണ് കാല കയ്യ പൊളിഞ്ഞ് നമ്മൾ അതിലും കൂടുതൽ പൈസ കാണണം, ഒരു തേങ്ങ കള്ളു. അങ്ങനെയൊക്കെയാണ്. ഇതാണ് പണ്ടത്തെ റോഡ്. ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കയറി വന്ന് ഇതിലിങ്ങനെ പോയാൽ, ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോയാൽ വീടെത്താം. ഞാൻ ഈ കയറ്റൊക്കെ ഉണ്ടല്ലോ, ഈ കയറ്റൊക്കെ ഒറ്റ ശ്വാസത്തിൽ കയറാറുണ്ട് പണ്ട് ചെറുപ്പത്തിൽ. ഇതെങ്ങനെ അവിടുന്ന് ശ്വാസം പിടിച്ച് കഴിഞ്ഞാൽ ഒറ്റ ശ്വാസത്തിന് ഞാൻ മുകളിലോട്ട് കയറും. ഇപ്പോൾ ഒന്നല്ല, 1000 ശ്വാസം വിട്ടാലും മുകളിലെത്തില്ല. മുകളിലെത്തിയിരിക്കും മേലെ ലോകത്ത്. കാലം പോയപ്പോൾ ഓക്കെ നടക്കാൻ പറ്റുന്നില്ല. വണ്ടിയിൽ തന്നെ യാത്ര ചെയ്തിട്ടാണ്. ഇതാട്ടോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തന്നില്ലേ ഒരു സാധനം, റിസോർട്ട് പണിയാൻ വേണ്ടിയിട്ട്.
ഇതിങ്ങനെ പണിഞ്ഞ് സെറ്റപ്പാക്കി വന്നത് അയാൾ നല്ല അടിപൊളിയാക്കിയിട്ട്. അപ്പോൾ ഹോം സ്റ്റേ പോലെ ഇങ്ങനെ ചെറിയൊരു റിമോട്ട് ഏരിയയിൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ താമസിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പുള്ളി പ്ലാൻ ചെയ്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നടന്ന ഏകദേശം ഫിനിഷാവുന്ന ഘട്ടത്തിൽ ഒരാൾ ആ പണി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ വീടിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെ അതിനകത്ത് തൂങ്ങി മരിച്ചുകൊണ്ട് ആ പ്രൊജക്റ്റ് അങ്ങനെ നിന്നുപോയി. പക്ഷേ അയാൾ പണി കംപ്ലീറ്റ് ചെയ്തു. എന്നാലും ഓപ്പണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾ വരും. എന്താ കഴിഞ്ഞാൽ വേറെ ഈ പരിസരത്ത് എന്ന് പറഞ്ഞത് ഇതാണ്. പിന്നെ അടുത്തൊരു വീടുള്ളത്. പിന്നെ ഈ പരിസരത്ത് വേറെ ഒരു വീടും ഇല്ല. കണ്ടോ ആ സംഭവം? നല്ല അതിൻ്റെ വയറിങ് വർക്ക് ചെയ്തത് ഞാനാട്ടോ. വയറിങ് പ്ലംബിങ് കണ്ടോ? ഈ പരിസരത്തൊന്നും വേറെ ആളില്ല. ഒരു കുരങ്ങൻ അതാ വന്നേക്കുന്നു. ഒന്നല്ല, കുറേ ഉണ്ട്. ഞാൻ പോകുന്നത് നോക്കിക്കുക. അവരുടെ സാമ്രാജ്യത്വത്തിൽ കടന്നു കയറിയത് കണ്ടോ? ആരടാ ഇവൻ എന്നായിരിക്കും. എന്തായാലും രാത്രിയാവുന്നു. ഇപ്പം നമുക്ക് നല്ല വിട്ടു പോവാം. അതുകൊണ്ട് ഈ വഴി കണ്ട, ഈ വഴി ഇതാ ഈ കയ്യാല കാണുന്ന ഇവിടം വരെയാണ് നമ്മുടെ സ്ഥലം. ഇതിന് താഴെ വേറെ സ്ഥലം. ഇതൊരു അയലോക്കാണ്. അതുകൊണ്ട് വഴി മുകളിലോട്ടിങ്ങനെ നല്ല കേട്ട് ഓഫ് റോഡ് ചെയ്ത് കാല കയ്യെ പൊളിക്കണം എന്നുള്ളൊരു ബൈക്ക് എടുത്ത് വന്നാൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഓഫ് റോഡ് ചെയ്തിട്ട് പോവാം. കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഈ വീടുണ്ടല്ലോ, ഈ വീട് ഞങ്ങൾ വീക്കെൻഡ് വെക്കേഷൻ സമയത്തൊക്കെ ഫുള്ള് സിനിമ കാണാൻ വരുന്ന വീടായിരുന്നത്. ഇവിടെ മാത്രമേ TV ഉണ്ടായിരുന്നുള്ളൂ. നമ്മളടുത്ത് അന്ന് പഠിക്കണമെന്നല്ലോ, സിനിമയൊക്കെ കാണുന്നത് ഭയങ്കര അത്ഭുതമല്ലേ. അപ്പോൾ ഫുൾ ടൈം TV ഒക്കെ കാണാൻ വന്നിട്ടിരുന്ന ഒരു വീടാണത്. പിന്നെ എല്ലായിടത്തും TV ഒക്കെ ആയി. ഇപ്പോൾ ഞാൻ മുകളിലോട്ട് പോയത് ഇവിടുന്ന് ഈ വഴിക്കൂടെ. ഇതിൽ ഈ വഴിയിലായിരുന്നു ഞാൻ മുകളിലോട്ട് നേരത്തെ പോയത്. ഇത് പഞ്ചായത്ത് റോഡ് എത്തി. ഇത് പഞ്ചായത്ത് റോഡാണ്. ഈ പഞ്ചായത്ത് റോഡും നമ്മുടെ സ്ഥലമായിട്ടൊരു 30 മീറ്ററിൻ്റെ ഇതിൽ പോയാൽ എത്തും. ഇല്ല പിന്നെ അതിൽ അപ്പുറത്തെ വളഞ്ഞു ചുറ്റി ഞാൻ നേരത്തെ പോയ വഴിയില്ലേ, ആ കാണിച്ചെന്ന വഴി കൂടെ ഇപ്പം ഇവിടം വരെ വേനൽക്കാലത്ത് ഓട്ടോറിക്ഷയൊക്കെ വരും കേട്ടോ. അങ്ങ് അവിടെ കുറച്ച് നിരപ്പാക്കി കഴിഞ്ഞാൽ അതിൽ ഓട്ടോറിക്ഷ മുകളിൽ വരച്ചില്ല. എന്തായാലും നാട് മൊത്തം ചുറ്റിക്കറങ്ങി. റോഡ് കണ്ടോ, ഇവിടം വരെ ടാറിങ്ങുണ്ട്. ഇതിപ്പോൾ ടാറിങ്ങിലെത്തും. കുറച്ചേ ഉള്ളൂ, ഒരു 100 മീറ്ററും കൂടെ കോൺക്രീറ്റോ ടാറിങ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയും കാറും എല്ലാം അങ്ങോട്ട് കയറിപ്പോകും. ഇതുകൊണ്ട് ഈ ചെറിയൊരു വെള്ളം വരുന്നുണ്ടോ? ഈ വെള്ളത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മുകളിലൊരു കുളം കാണിച്ചിരുന്നില്ലേ, നമ്മളൊരു കുളം, ആ കുളത്തിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അതിങ്ങനെ താഴെ വന്ന് വേറൊരു കുളമുണ്ട്. ആ കുളവും ഇതൊക്കെ കൂടി ഇതിലേ ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ പഞ്ചായത്ത് വഴിയപ്പോൾ ഇവിടം വരെ ടാറിങ് ഉണ്ട്. ഇവിടം വരെ ടാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ
ഇതുണ്ടോ, ഇതിവിടെയാണിപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം. തെങ്ങാ കാണുന്നൊരു ഗ്രീൻ നെറ്റ് ഉണ്ടോ, അവിടെയാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. അമ്മാവനൊക്കെ കുറച്ചും കൂടെ മെയിൻ റോഡിൻ്റെ അടുത്താണ്. ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയ കാരണം മുകളിൽ ആളില്ല, പറമ്പെല്ലാം അങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ ദൂരെയാണ്, അതുകൊണ്ട് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഇത് എൻ്റെ വീട്ടിലോട്ട് കയറി പോകുന്ന വഴിയാട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എൻ്റെ വീട്. അപ്പോൾ ആ റോഡ് സ്ഥലം ഇതുമായിട്ട് എയർ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ. നടന്നു പോകുമ്പോൾ 1/2 കിലോമീറ്റർ ഉണ്ടാവും. ഇത് നമ്മൾ വാങ്ങിയതാണ് സ്ഥലം. അപ്പോൾ അങ്ങനെ വീട്ടിലേക്കെത്തി. ചത്തില്ല, പുലി പിടിച്ചില്ല, പന്നി കുത്തിയില്ല, പാമ്പ് കടിച്ചില്ല. ഭാഗ്യം, വീട്ടിലെത്തി. ഓക്കേ.